ഈ നല്ല രാത്രിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ കർത്തൃസന്നിധിയിലായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ പിതാക്കന്മാർക്കും മാതാക്കൾക്കും സഹോദരീ സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വിശേഷാൽ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അഹോരാത്രം അധ്വാനിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാരായ ഏവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഈ ഉച്ചഭാഷണിയിലൂടെ സുവിശേഷം ശ്രദ്ധിക്കുന്ന സുവിശേഷ സ്നേഹികളായ എല്ലാ മാന്യ പ്രിയമുള്ളവർക്കും ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന സഹോദരങ്ങൾക്കും ആമീൻ TV-യുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയമുള്ളവർക്കും സൗണ്ട് സിസ്റ്റമൊക്കെ കൃത്യമായി ഞങ്ങൾക്ക് നൽകുന്ന പ്രിയ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സന്ധ്യ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സുവിശേഷ യോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ നിങ്ങളോടൊരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ വിളംബരവുമായി നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ ഇങ്ങനൊരു അവസരം എളിവനായി എനിക്കും ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ ആത്മീക സമ്മേളനത്തിലേക്ക് എന്നെ കൂടെ ക്ഷണിച്ച് ശുശ്രൂഷകൾക്ക് സ്വതന്ത്രമായിട്ട് അവസരങ്ങൾ ഒരുക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാരോട് ഈ സംഘടനയുടെ മുൻനിര പ്രവർത്തകരായ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു പ്രാവശ്യം കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഈ പ്രഥമ സമയത്ത് പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? വിശ്വസിക്കുന്നവർ ആ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാരാധിക്കാം. ശക്തിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഇന്ന് രാത്രിയിൽ ഈ ആത്മിക ശുശ്രൂഷകൾ വളരെ ആത്മനിയോഗത്തോടെ പ്രൊസീഡ് ചെയ്യുന്ന ഈ സംഘടനയുടെ മുൻനിര പ്രവർത്തകനായ ബഹുമാന്യ കർത്തൃദാസൻ, ഈ സഭയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവർ, സെൻട്രൽ ശുശ്രൂഷകന്മാർ, ലോക്കൽ സഭാ ശുശ്രൂഷകന്മാർ, ഏവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സംഘടനയുടെ 61ാമത്തെ ജനറൽ കൺവെൻഷൻ്റെ രണ്ടാം രാത്രിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ദൈവം എനിക്കും തന്ന പദവി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഏതാണ്ട് 100-ലധികം വർഷം പഴക്കമുള്ള ഈ സഭയുടെ ജനറൽ കൺവെൻഷന് എളിയവനായി എന്നെയും നിർത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. നല്ലൊരു ഹല്ലേലൂയ. ഈ സംഘടനയെ കർത്താവ് പിന്നെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഇതിനെ പിന്നെയും കർത്താവ് വളർത്തട്ടെ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസമക്കൾ സമ്മേളിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായ ദൈവത്തിനെ ശക്തീകരിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഓർമ്മപ്പെടുത്തുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ ഇന്ന് രാത്രിയിലും ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് നടക്കുന്ന ഇവിടുത്തെ ഈ പ്രാവശ്യത്തെ യോഗം എനിക്ക് മുൻപും പിൻപും ശക്തരായ കർത്തൃദാസന്മാരുടെ ഇടയിൽ എളിയവനായി എനിക്കും യേശുവിനെ ഉയർത്താൻ ലഭിക്കുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് എന്നുള്ളതിനാൽ ഈ യോഗം ഒരു സാധാരണ യോഗമല്ല. ഈ യോഗത്തിൻ്റെ പേര് മഹായോഗമെന്നാണ്. കാരണം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിരിക്കുന്നത് മഹാദൈവമാണ്. മഹാദൈവം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവദാസന്മാർ, ദൈവമക്കൾ ഇവിടെ ഉണ്ട്? നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലൂടെ നടക്കുന്നുണ്ട്. രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട് എന്നുള്ള ബോധ്യത്തോടെയാണ്. അതുകൊണ്ട് തന്നെ ഈ യോഗം ഒരു സാധാരണ യോഗമല്ല. ഈ യോഗം ഒരു മഹായോഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ യോഗത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ പകൽ
പരിശുദ്ധാത്മാവ് നമ്മോട് വളരെ ഹൃദ്യമായി അടിവരച്ച് സംസാരിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. കഴിഞ്ഞ പകലത്തെ ആത്മീക സമ്മേളനത്തിൽ സമ്മേളിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അതിനുശേഷം ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, എളിവനായി എന്നോട് കാണിച്ച എല്ലാ സ്നേഹാദരവുകൾക്കും ഞാൻ പ്രത്യേകം നന്ദിയുള്ളവനാണ്. ഉച്ചയ്ക്ക് ശേഷം വളരെ ശാന്തമായി വിശ്രമിക്കാൻ ഉള്ള ക്രമീകരണങ്ങൾ ചെയ്തു തന്ന ആ ഭവനവാസികളോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെയും ഏവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വന്ദനം പറഞ്ഞ് ഇന്ന് രാത്രിയിൽ മുഖവുരകൾക്ക് അടിവരച്ച് കുത്തിട്ടുകൊണ്ട് നാം ഇന്ന് രാത്രി തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ പോകുകയാണ്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ സതീഷ് നെൽസൺ പാസ്റ്റർ ഈ യോഗങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പ് ഫോണിലൂടെ എനിക്ക് നൽകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഒന്ന്, ആമേൻ, ഞങ്ങളുടെ യോഗത്തിൻ്റെ സമയങ്ങൾ ഏതാണ്ട് ഇത്ര ദിവസങ്ങൾ, ഇത്ര നാളുകളുണ്ട്. ആ നാളുകൾക്കിടയിൽ മറ്റൊരു വിദേശയാത്രയോ ഏത് ഇൻ്റർനാഷണൽ പ്രോഗ്രാം വന്നാലും പാസ്റ്റർ എടുക്കാൻ പാടില്ല. ഞാൻ ആ വാക്ക് പാലിച്ചു. ആമേൻ. ഒരു 3 യാത്ര ചെയ്യേണ്ടതാണ്. പക്ഷേ നിങ്ങളുടെ യോഗം കൊണ്ട് 3 യാത്രകൾ ഒഴിവാക്കി ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുകയാണ്. നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ ആ വാക്ക് പാലിച്ചു. 2, ഞങ്ങളൊരു ആത്മനിറവിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ദൈവസാന്നിധ്യത്തിന് വേണ്ടിയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളുമാണ് ഞങ്ങളുടെ ഇടയിൽ നടക്കേണ്ടത്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി വരിക എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പം അങ്ങനെ ആത്മനിറവിൽ പ്രാർത്ഥിച്ചൊരുങ്ങി ഉപവസിച്ച് അങ്ങനെയാണ് ഈ യോഗത്തിലേക്ക് വന്നത്. ദൈവദാസനോട് ഫോണിൽ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സമയത്ത് തന്നെ ആമേൻ എന്നോട് ഇടപെട്ടൊരു വചന വെളിപ്പാടാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ആവേശം നൽകിയിട്ടുള്ളത്. അതിനാധാരമായി നാം വായിച്ചു തുടങ്ങുന്ന വാക്യം മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നിന്ന് 4-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം വായിച്ചുകൊണ്ടാണ് ഇന്ന് രാത്രി നമ്മുടെ സവിസ്തരമായ വചന വിചിന്തനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധകൾ തിരിക്കപ്പെടുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. വാക്യം ഇങ്ങനെയാണ്: പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലയോ എന്ന് പറഞ്ഞു. നാം ഇന്ന് രാത്രി ധ്യാനിക്കുവാൻ പോകുന്ന തിരുവചന ഭാഗം അതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലയോ എന്ന് പറഞ്ഞു. ഞാനൊരു പ്രാവശ്യം കൂടെ ആ വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മറ്റൊരു രീതിയിൽ ശ്രദ്ധിച്ചു കേൾക്കണം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കൾ ആകുന്നത് എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസം ഇല്ലയോ എന്ന് ചോദിച്ചു. സത്യത്തിൽ ആ വാക്യം അങ്ങനെ പഠിച്ചു തുടങ്ങുന്നതാണ് നമുക്ക് നല്ലത്. അതുകൊണ്ട് ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ ആ വാക്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നടത്തേണ്ടതിന് പ്രാർത്ഥനാ പുരസ്സരം കർത്തൃസന്നിധിയിലായിരിക്കും. വിശുദ്ധ വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിന് ധാരാളം പ്രത്യേകതകൾ ഉണ്ട് എന്ന് ഈ പരസ്യ സ്ഥലത്ത് നിന്ന് വിളിച്ചു പറയുമ്പോൾ മനസ്സിലൊരു ഭയങ്കര അഭിമാനമാണ്. കാരണം ഇങ്ങനൊരു പുസ്തകം ചുമന്നുകൊണ്ട് നടക്കാൻ, ഒരു പ്രഭാഷകൻ ആണെന്ന് പറയാൻ, യേശുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിനൊരു ആവേശമാണ്. കാരണം യേശു ജീവിക്കുന്ന കർത്താവായതുകൊണ്ടാണ്. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആരാധിക്കുന്ന കർത്താവ് മരിച്ച് കല്ലറയ്ക്കകത്തിരിക്കുകയല്ല, മറിച്ചവൻ കല്ലറ വിട്ടു പുറത്തു വന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് നാം ഇന്ന് രാത്രി അവനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കർത്താവിനെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ചുമ്മാതിരിക്കരുത്. ഇവിടെ ദൈവമക്കൾ അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കണം, സർവശക്തനെ നന്ദി പറയണം. കാരണം ഇന്ന് രാത്രി അവൻ ജീവിച്ച് ഇരിക്കുന്ന കർത്താവാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.
ഈ വിശുദ്ധ വേദപുസ്തകം ആദിയോടവസാനം പഠിച്ചു വന്നാൽ ധാരാളം പ്രത്യേകതകൾ ഈ പുസ്തകത്തിനുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഒത്തിരി പ്രത്യേകതയിലെ ഒരു പ്രത്യേകത. ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പുസ്തകം ഇന്നത്തെ പുസ്തകമല്ല, ഈ പുസ്തകം നാളെയുടെ പുസ്തകമാണ്. കഴിഞ്ഞ പകലിൽ രാവിലെ ഉണർന്ന് വെളുപ്പിനെ നമ്മളെല്ലാം ഉണരുന്നതിന് മുൻപ് സൈക്കിളിലോ മറ്റേതെങ്കിലും വാഹനത്തിലോ വന്ന് നമ്മുടെ വീടിന്റെ മുൻപിലേക്ക് വലിച്ചെറിഞ്ഞേച്ചു പോയൊരു പത്രമുണ്ട് നമ്മുടെ വീട്ടിൽ. അത് മനോരമയാകാം, മാതൃഭൂമിയാകാം, മാധ്യമമാകാം, ഇതര വേറെ ഏതൊക്കെ പത്രമാണോ അതെല്ലാം. അത് നമ്മുടെ വീടിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടാണ് പത്രക്കാരൻ പോയത്. രാവിലെ എഴുന്നേറ്റ് വന്ന് കടവ് തുറന്നപ്പോൾ ആദ്യം കണ്ടത് പത്രം നമ്മുടെ വീടിന്റെ മുമ്പിൽ എട്ടായിട്ട് മടക്കിയ പത്രം നിവർന്നിങ്ങനെ കിടപ്പുണ്ട്. അതിങ്ങനെ വാരിക്കൂട്ടി എടുത്തേച്ച് കട്ടൻ കാപ്പിയുടെ കൂടെ കപ്പലണ്ടി കഴിക്കുന്നത് പോലെ പാരായണം ചെയ്തയാൾ വളരെ സ്പീഡിൽ ഇതിനെ ഇങ്ങനെ വായിച്ചു വിടുകയാണ്. ചെല്ലു കുത്തിയിരുന്ന് വായിക്കുകയാണ്. ഇത് വായിച്ചു വിട്ടപ്പോ വായിക്കുന്ന ആളിനോട് എനിക്കിന്ന് രാത്രി ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പത്രം ഏത് പത്രവും ആകട്ടെ, അത് ആ പത്രത്തിൽ വന്ന വാർത്ത മുഴുവൻ ഇന്നത്തതല്ല, അത് ഇന്നലത്തെ വാർത്തയാണ്. ഇന്നലത്തെ വാർത്ത ഇന്ന് രാവിലെ കട്ടൻ കാപ്പിയുടെ കൂടെ കപ്പലണ്ടി കഴിക്കുന്നത് പോലെ അതിനെ ഇങ്ങനെ പാരായണം ചെയ്ത് അത് മനസ്സിൽ ഹൃദിസ്ഥമാക്കുമ്പോൾ, ഞാൻ ഇന്ന് രാത്രിയിൽ പറയുന്ന ഒരു കാര്യം, ഞാൻ പ്രസംഗിക്കുന്ന ബൈബിൾ ഇന്നലത്തെ പുസ്തകമല്ല, അത് നാളെയുടെ പുസ്തകമാണ്. ഇന്നലെ ഇവിടെ എന്ത് നടന്നു എന്ന്, ഇന്നിവിടെ എന്ത് നടക്കും എന്ന്, നാളെ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കൃത്യമായി വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വേറെ പുസ്തകമാണ്. ആ പുസ്തകവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രയും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നൊരു പുസ്തകം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്രയും പ്രഹരമേൽക്കേണ്ടി വന്നൊരു പുസ്തകം, ഇത്രയും എതിരാളികളുള്ളൊരു പുസ്തകം ഭൂമിയിൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഈ പുസ്തകത്തിനകത്തൊരു ജീവൻ വ്യാപരിക്കുന്നുണ്ട്. വായിച്ചു തുടങ്ങുന്നയാൾ ബാലരമ വായിക്കുന്നത് പോലെയോ ബോബനും മോളിയും നോവല് വായിക്കുന്നത് പോലെയോ ഒക്കെ ഇത് വായിച്ചാരംഭിക്കും. പക്ഷേ ഇത് വായിച്ചങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഇതിനകത്തെ കഥാപാത്രം കയറി പുള്ളിയോട് കയറി അങ്ങ് കോർക്കുകയാണ്. ഇതിനകത്തെ കഥാപാത്രം മറ്റാരുമല്ല, പ്രവാചകന്മാരല്ല, ശ്രേഷ്ഠന്മാരല്ല, ദൂതന്മാരല്ല. ഇതിനകത്തെ കഥാപാത്രം ജീവിക്കുന്ന കർത്താവാണ്. യേശുവിന്റെ രക്തം ജയം. ആ ജീവിക്കുന്ന കർത്താവുമായി വായിക്കുന്നയാള് കയറി ദൈവത്തിന് സ്തോത്രം ചേർന്ന് നിന്ന്, ചുരുക്കി പറഞ്ഞാൽ ഈ പുസ്തകത്തെ ഒഴിവാക്കിയേച്ചു പോകാൻ ആ മനുഷ്യന് പറ്റുകയില്ല. ഈ പുസ്തകം എവിടെല്ലാം അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടോ അവിടെല്ലാം ഈ പുസ്തകം തഴച്ചു വളർന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അത് മനസ്സിലാകുന്ന എത്ര ദൈവമക്കൾ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലാകുന്ന ദൈവമക്കൾ ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ ആത്മനിറവിൽ നിങ്ങളോട് പറയാം, ഈ പുസ്തകം എവിടെല്ലാം അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടോ, എവിടെല്ലാം ശക്തിയുക്തമായി ഇതിനെതിരെ വെല്ലുവിളികൾ ഉയർന്നു വന്നിട്ടുണ്ടോ, ആ പുസ്തകത്തെ എവിടെല്ലാം തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെല്ലാം ഈ പുസ്തകം ശക്തിയുക്തമായി കയറി വന്നിട്ടുണ്ട്. ആർക്കുമെതിരെ ഒതുക്കുവാൻ കഴിയുകയില്ല. ഈ പുസ്തകത്തെ തകർക്കുവാൻ ഉലകത്തിൽ ഒരുത്തനും കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം ഇന്നും ഭൂമിയിൽ വാഴുന്നത്. എവിടൊക്കെ ഈ പുസ്തകത്തെ കീറി മുറിച്ചെറിഞ്ഞിട്ടുണ്ടോ അവിടെല്ലാം ഈ പുസ്തകം മുറികൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തെ കുറിച്ചാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാതെ ഒരു കാഴ്ചക്കാരനെ പോലെ ഇതിനകത്തിരിക്കുന്നവരെ എന്നാ ചെയ്യണമെന്നാണ് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കൃപ പ്രാപിച്ച എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ആ പുസ്തകങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അധരം തുറന്ന് ശബ്ദമുയർത്തി ഇത്രയും ശ്രേഷ്ഠമായ ഒരു പുസ്തകവും പിടിച്ച് സഞ്ചരിക്കാൻ ഭാഗ്യം ലഭിച്ചതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കാൻ. കുഞ്ഞെ, ഈ പുസ്തകത്തിനകത്ത് നിന്റെ ഭാവിയുണ്ട്. ഈ പുസ്തകത്തിനകത്ത് നിന്റെ ഭൂതകാലമുണ്ട്, നിന്റെ വർത്തമാനകാലമുണ്ട്. നിന്റെ ഭാവിയിൽ നിനക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് എഴുതി വച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയത് മാത്രമേ ഇവിടെ നടക്കൂ. ഈ പുസ്തകം അത്ര തീ പുസ്തകമാണ്.
അങ്ങനെ ഒത്തിരി 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 അധികം പ്രത്യേകതകളുള്ള വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്തു നിന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ പ്രഭാഷണം ആരംഭിക്കേണ്ടത് കൊണ്ട് ഈ പുസ്തകങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങൾ മാത്രം വേഗത്തിൽ പറഞ്ഞുകൊണ്ട് നാം മുൻപോട്ട് പോവുകയാണ്. വേദപുസ്തകത്തിൽ വിശേഷാൽ പുതിയ നിയമത്തിന്റെ പ്രാരംഭ ഭാഗങ്ങൾ എന്ന് പറയുന്നത്, വേദപുസ്തകത്തെ നമുക്ക് രണ്ടായി തരംതിരിച്ചു പഠിക്കുവാൻ പറ്റും. ഒന്ന് പഴയ നിയമമാണ്. പഴയ നിയമവും പുതിയ നിയമവും എന്നറിയപ്പെടുന്ന രണ്ട് ഭാഗങ്ങൾ. അതിൽ പുതിയ നിയമഭാഗത്തിന്റെ പ്രാരംഭ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് സുവിശേഷങ്ങളാണ്. സുവിശേഷങ്ങൾ യേശു കർത്താവിന്റെ ഭൂമിയിലെ 3.5 കൊല്ലത്തെ കാര്യങ്ങളെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളെയാണ് സുവിശേഷങ്ങൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ 4 പുസ്തകങ്ങളാണ് സുവിശേഷങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. മത്തായി എഴുതിയ സുവിശേഷമെന്നും, മർക്കോസ് എഴുതിയ സുവിശേഷമെന്നും, ലൂക്കോസ് എഴുതിയ സുവിശേഷമെന്നും, യോഹന്നാൻ എഴുതിയ സുവിശേഷമെന്നുമാണ് ബൈബിളിൽ അതങ്ങനെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. മത്തായി എഴുതിയ സുവിശേഷം മുതൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം വരെയുള്ള 4 സുവിശേഷങ്ങളെയാണ് പുതിയ നിയമത്തിന്റെ പ്രാരംഭ ഭാഗങ്ങളായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ 4 സുവിശേഷകരും എഴുതിയിരിക്കുന്ന ഒരാളിനെ കുറിച്ചാണെങ്കിലും ഈ 4 സുവിശേഷകരും എഴുതിയിരിക്കുന്ന കഥാപാത്രത്തെ 4ആയി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ പുസ്തകങ്ങളിൽ. മത്തായി തന്റെ സുവിശേഷം എഴുതുമ്പോൾ താൻ ഈ സുവിശേഷത്തിനകത്ത് എഴുതി വെച്ചത് യേശു യഹൂദന്മാരുടെ രാജാവാണ്. അതുകൂടെ പറയാം. അതായത് തന്റെ സുവിശേഷം എഴുതി വെച്ച് താനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ താൻ എഴുതി വെച്ചത് ഈ പുസ്തകത്തിന് പ്രധാനമായ പ്രമേയം എന്ന് പറയുന്നത് യേശു യഹൂദന്മാരുടെ രാജാവാണ്. വാ തുറന്നൊരു നല്ല ആമേൻ പറയുന്നേ. ഹല്ലേലൂയ. യേശു യഹൂദന്മാരുടെ രാജാവ്. ഞാനിന്ന് വൈകിട്ട് എനിക്ക് ലഭിച്ച മുറിക്കകത്ത് അല്പസമയം ബൈബിൾ വായിച്ചപ്പോൾ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഞാനൊന്ന് ഒന്ന് വായിച്ചു. അല്പസമയം ഒന്ന് ധ്യാനിച്ചു. ആ വാക്യം ഒന്ന് വായിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ ഉള്ളമങ്ങ് കത്തുകയായിരുന്നു. കാരണം വേദപുസ്തകത്തിൽ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം എങ്ങനെയാണ്? രാജാവായി, യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? സ്തോത്രം. ഇന്ന് വരെ ഒരു രാജാവിന്റെ മകനും രാജാവായി ജനിച്ച ചരിത്രമില്ല. ഇന്ന് വരെ ഒരു രാജാവിന്റെ മകനും രാജാവായി ജനിച്ചിട്ടില്ല. രാജകുമാരനായിട്ട് ജനിച്ച ചരിത്രമേ ഉള്ളൂ സഹോദരന്മാരെ. പക്ഷെ ബൈബിള് പറയുന്നു രാജാവായി ജനിച്ചവൻ ഒരാളെ ഉള്ളത് യേശുവാണ്. പോരാ നിങ്ങളുടെ ആമേനും സ്വോത്രവും ഒന്നും പോരാ. ഞാൻ ഇന്ന് രാത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശു രാജാവായിട്ട് ജനിച്ചയാളാണെന്നാണ്. രാജാവായി എന്ന് ജനിച്ചോ അന്ന് മുതൽ ആമേൻ ഈ രാജാവ് അനുഭവിച്ച പ്രതിസന്ധികൾ ചെറുതല്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ 2-ാം അധ്യായം എങ്ങനെ വായിച്ചു വന്നപ്പോൾ എൻ്റെ ഹൃദയത്തെ ഭയങ്കര വല്ലാതെ സ്പർശിച്ചൊരു കാര്യമാണ്. രാജാവായി ഈ ഹെരോദാവിന്റെ കൊട്ടാരത്തിലോട്ട് കയറിപ്പോയച്ച് വിദ്വാൻമാർ ചോദിച്ച ചോദ്യമാണ്, രാജാവായി ജനിച്ചവൻ എവിടെ? അവിടെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഹെരോദാവും യഹൂദാജനവും സകല എണ്ണവും വിറച്ചു പോയെന്ന്, ഭ്രമിച്ചു പോയെന്ന്. എന്റെ ചോദ്യം, ഒരുത്തൻ ജനിച്ച കാര്യം ചോദിച്ചപ്പോ എന്തിനാ ഈ ഭ്രമിക്കുന്ന, പേടിക്കുന്നത്, എന്തിനാ ഭയപ്പെടുന്നത്? ഈ പുള്ളി പറയാണ് രാജാവായിട്ട് ജനിച്ച ഒരുത്തനെ ഇതുവരെ കണ്ടിട്ടില്ല. വിദ്വാൻമാർ പറയുന്നു രാജാവായി ജനിച്ച ഒരുത്തൻ ഉണ്ടെന്ന്. രാജാവായിട്ട് ജനിച്ച ഒരുത്തൻ ഉണ്ടെന്ന്. ഒരു നല്ല ആമയും പറയണ്ടേ ആ വചനത്തിന്? ശബ്ദമുയർത്തി ഒരു ശക്തിയോടൊരു ഹല്ലേലൂയ. ഹെരോദാ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേമൊക്കെയും ഭ്രമിച്ചു. സ്തോത്രം. എന്നിട്ട് ഈ ഹെരോദാവ് ചെയ്തത് എന്നാണെന്നറിയോ? ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. ആമേൻ. അവരുടനെ പറഞ്ഞു ബേത്ലഹേമിലാണ്. എന്നിട്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ 7-ാം വാക്യത്തിൽ ഞാൻ ആ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചപ്പോൾ ഹെരോദാവ് ഈ വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. ഇവർ നക്ഷത്രം കണ്ടിട്ടാണ് പോകുന്നത്. ഈ വിദ്വാൻമാരെ നക്ഷത്രത്തെ നോക്കിയാ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതിപ്പോ ഡിസംബർ ആയില്ലേ, നക്ഷത്രങ്ങളല്ലേ എല്ലായിടത്തും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എവിടെയോ ഒരു നക്ഷത്രം, വലിയൊരു നക്ഷത്രം, തിരുവനന്തപുരത്തിൽ ഇങ്ങോട്ട് കയറിയപ്പോഴാണ് ഒരു വലിയ നക്ഷത്രം കണ്ടു. ആ നക്ഷത്രം കണ്ടുകൊണ്ട് ഞാൻ വന്നിരുന്നെങ്കിൽ ഏതെങ്കിലും വഴി ഞാൻ കയറിപ്പോയി കുരുങ്ങിപ്പോയേനെ.
കാരണം അത് ചലിക്കുന്നില്ലാത്തൊരു നക്ഷത്രമാണ്, അതാ എൻ്റെ വിഷയം. പക്ഷെ എവരെ കൊണ്ടുപോയ നക്ഷത്രത്തിന്റെ പ്രത്യേകത ചലിച്ചോണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ ചലിച്ചോണ്ടിരിക്കുന്ന നക്ഷത്രം എവിടെങ്കിലും പോയി സ്ട്രക്കായിട്ട് നിന്നൊരു ചരിത്രം ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നക്ഷത്രം നടക്കുക മാത്രമല്ല, പോകുക മാത്രമല്ല, ആ വീടിന്റെ അവിടെ എത്തിയ പറകം നിൽക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശുവിന്റെ ജനന വിവരം അറിയിക്കുവാൻ വിദ്വാൻമാർക്ക് വഴികാട്ടാൻ മാത്രം വെളിപ്പെട്ടൊരു നക്ഷത്രം. ഇന്ന് രാത്രി കുഞ്ഞെ, നിനക്കൊരു വഴികാട്ടിയായ നക്ഷത്രം വെളിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹെരോദാവ് ഇവരെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ഈ നക്ഷത്രം വെളിവായ സമയം ചോദിക്കുകയാണ്, ടൈം ചോദിക്കുകയാണ്. സ്തോത്രം. എനിക്ക് ഒത്തിരി ഭയങ്കരമായിട്ടും ഹെരോദാവിനോട് ഇഷ്ടം തോന്നിയൊരു കാര്യം എന്നറിയോ? ഹല്ലേലൂയ. സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു നക്ഷത്രം വെളിവായ സമയം. ദൈവത്തിന് സ്തോത്രം. പുള്ളിക്കറിയേണ്ടത് നക്ഷത്രം വെളിവായി ജനിച്ചയാളിന്റെ നക്ഷത്രം ഏതാണെന്നും ആ നക്ഷത്രം വെളിപ്പെട്ട സമയം ഏതാണെന്നും പുള്ളിയുടെ ജനന സമയമൊക്കെയാണ് പുള്ളി ചോദിച്ചതെന്ന് പറഞ്ഞാൽ ലക്ഷണം നോക്കി ആള് രാജാവാണോ എന്നറിയാനാ. നക്ഷത്രം നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം ആൾ ആരാകുമെന്ന്. ഇന്ന് രാത്രി ആൾ ആരാകുമെന്നല്ല, ആൾ ആരാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ബൈബിള്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതം കുറിക്കുന്നത് ലോകമല്ല, ലോകക്കാരല്ല. നീ ആരാകുമെന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ ആരുമല്ല. ഇന്ന് രാത്രി നീ ആരാകുമെന്ന് തീരുമാനിച്ചു വച്ചിരിക്കുന്ന ഉലകത്തിലൊരു ഉടമസ്ഥനുണ്ട്. അതാ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നീ യോഗത്തിന് വരണമെന്ന്, ഈ യോഗത്തിൽ ഏത് കസേരയിൽ ഇരിക്കണമെന്ന്, ഏത് സൈഡിൽ ഇരിക്കണമെന്ന്, ഏത് റോയിൽ ഇരിക്കണമെന്ന്, ആരുടെ ഇപ്പുറത്തിരിക്കണമെന്ന്, ആരാ നിന്റെ അപ്പുറത്തിരിക്കേണ്ടതെന്ന് ഇതൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരുത്തനുണ്ടെന്ന്. എത്ര മണിക്ക് യോഗം തീരണമെന്ന്, ഏത് സമയത്ത് നീ വീട്ടിലെത്തണമെന്ന്, നീ ഇന്ന് രാത്രി കഴിക്കേണ്ട ഫുഡ് എന്താണെന്ന്, അത് നിന്റെ ഊർജമായി വെളിപ്പെട്ട് വരണമെന്ന് ഇതൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരുത്തനുണ്ട്. ഞാൻ ഇന്ന് രാത്രി പറയുന്നു, ഹെരോദാവ്, നിനക്ക് അവനെ തൊടാൻ പറ്റുകയില്ല. ജീസസ്. മത്തായി സുവിശേഷം നമ്മെ വിളിച്ചറിയിക്കുന്നു, യേശു യഹൂദന്മാരുടെ രാജാവാണ്. അപ്പൊ മത്തായി സുവിശേഷകൻ മത്തായി തന്റെ സുവിശേഷത്തിൽ യേശുവിനെ കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു രാജാവിന്റെ കഥയാണ്. രാജാവിന്റെ കഥ. ദൈവത്തിന് സ്തോത്രം. കിരീടമൊക്കെ വെച്ച്, രാജാവിൻ്റെ വസ്ത്രം ധരിച്ച്, ചെങ്കോലൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു രാജാവിനെ നമുക്ക് ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാകും. അങ്ങനെ ഒരു ചിത്രം നമുക്ക് കിട്ടും. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിനെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ദാസനായിട്ടാണ്. രാജാവ് ദാസനാകുക. രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശു ദാസരൂപമെടുത്തവനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൗഢിയിലും പദവിയിലും പ്രാപ്തിയിലും ശ്രേഷ്ഠതയിലും അവൻ വലിയവനാണ്. പക്ഷേ അവൻ അവിടുന്ന് ഒരു ദാസനായി മാറുകയാണ്. യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. ദാസൻ എന്ന വാക്കിനെ കുറിച്ച് കൃത്യമായി പഠിച്ചു വന്നാൽ അടിമ എന്ന് അന്ന് പലവട്ടം എഴുതേണ്ടി വരും. ഒരാളിൻ്റെ അടിമ എന്നെഴുതേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരാളിൻ്റെ കീഴിൽ നിൽക്കുന്ന ദാസൻ, ഒരു യജമാനനുള്ള ദാസൻ, ഒരു യജമാനന്റെ കീഴിൽ അനുസരണയുള്ള ദാസനായി യേശു നിൽക്കുകയാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ. ദൈവത്തിന് സ്തോത്രം. ഇനി യേശു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രാജാവല്ല, ദാസനല്ല. വേദപുസ്തകം പറയുന്നു, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, യേശു മനുഷ്യപുത്രനാണ്. മനുഷ്യപുത്രൻ. മനുഷ്യപുത്രനായതുകൊണ്ടാണ് ഇന്ന് രാത്രി ഒരു മനുഷ്യനെ പോലെ. ഇബ്രാഹിം ലേഖന കർത്താവ് അതിനെ കൃത്യമായിട്ടൊരു ഭാഗം എഴുതിയിട്ടുണ്ട് കേട്ടോ. താൻ തന്നെ രണ്ടാമധ്യായത്തിലാണ്, രണ്ടാമധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിലാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി യേശു മനുഷ്യനായിട്ട് ഇറങ്ങി വന്നെന്ന്. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ വന്ന് ഒതുങ്ങിയെന്ന് സർവശക്തൻ. എത്ര ഭയങ്കര സംഭവമല്ലേ യേശുവിൻ്റെ നാമത്തിൽ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയവൻ, ശൂന്യതകളെ സൂപ്പറാക്കി മാറ്റിയവൻ. ദൈവത്തിന് സ്തോത്രം. ഇല്ലാത്തടത്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാക്കിയവൻ. അവൻ തന്റെ ഒരു സ്ത്രീയുടെ ഉദരത്തിലേക്ക് വന്ന് കയറുകയാണ്.
ഓ ദൈവത്തിന് സ്തോത്രം. മനുഷ്യപുത്രനായി ജനിക്കാൻ ഇന്ന് രാത്രിയിൽ എത്ര ശ്രേഷ്ഠനായ ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചുമ്മാതിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രി ഇവിടെ വെറുതെ ഇരിക്കരുത്. ഇതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാൻ ആരാധിക്കുന്ന കർത്താവ് അവൻ എനിക്ക് വേണ്ടി താഴ്ച ഭവിച്ചവനായി താണിറങ്ങി എനിക്ക് വേണ്ടി ഇറങ്ങി വന്നവനാണ് മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ ഈ മൂന്ന് സുവിശേഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ യേശുവിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ യേശുവിനെ ചിത്രീകരിച്ചിരിക്കുന്ന ഭാഗം എന്നെ വല്ലാതെ ഹരം കൊള്ളിച്ചു. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ യേശുവിനെ കുറിച്ച് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? യേശു ദാസനാണെന്നും മനുഷ്യപുത്രനാണെന്നും രാജാവാണെന്നും ഒക്കെ അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പം ഞാൻ എന്തേലും ഒന്ന് പറയണ്ടായോ എന്ന് വിചാരിച്ച് പറഞ്ഞതല്ല കേട്ടോ. യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത് യേശു ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ പുത്രനാണ്. ഈ രാജാവാണെന്ന് പറയാൻ വെളിപ്പാടിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യപുത്രനാണെന്നും ദാസനാണെന്നും പറയാൻ കണ്ണടച്ച് പ്രവചിക്കൊന്നും വേണ്ട. പക്ഷെ ദൈവപുത്രനാണെന്ന് പറയണമെങ്കിൽ അനുഭവിച്ചറിയണം. പോരാ പ്രിയരെ, ഇന്ന് രാത്രി എൻ്റെ കർത്താവ് ദൈവപുത്രനാണെന്ന്. അതുകൊണ്ടാണ് ബൈബിള് പറയുന്ന രുചിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീടിനകത്തിരിക്കുന്ന, നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ ഏതോ ഒരു ഷെൽഫിൽ, ഏതോ ഒരു കബോർഡിനകത്ത് മാറ്റിവെച്ചിരിക്കുന്ന പഞ്ചസാര, കാഴ്ചക്കാരൻ പറയും പഞ്ചസാര എന്നാണ് അതിൻ്റെ പേര്. പുറത്തെഴുതി വെച്ചിട്ടുണ്ട് പഞ്ചസാര എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്നാന്ന് അറിയത്തില്ലാത്ത പുള്ളി പഞ്ചസാരയെ കുറിച്ച് എന്നൊക്കെ അഭിപ്രായമാണെന്ന് അറിയാവോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമൻട്രി വരെ ഇറക്കി പുള്ളി പഞ്ചസാരയെ കുറിച്ച്. പക്ഷെ രുചിച്ച പുള്ളി പറയാ എന്നാ മധുരമാണെന്നറിയാവോ. ഇതിന് കമൻട്രിയുടെ ആവശ്യമൊന്നുമില്ല. ഇതിന് കമൻട്രിയുടെ ആവശ്യമൊന്നുമില്ല. പഞ്ചസാര മധുരമുള്ളതാണെന്ന് പറയാൻ കമൻട്രി വേണ്ട, രുചിച്ചാ മതി. സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു പൊതുവേദിയിൽ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് കിട്ടിയ ഇടം ഒരു സ്റ്റേജാക്കി മാറ്റി. ഒരു ഉച്ചഭാഷണിയുടെ സഹായത്തോടെ ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് പ്രസംഗം ആരംഭിച്ചു. പ്രസംഗത്തിൻ്റെ പ്രമേയം ദൈവമില്ല എന്നതാണ്. ദൈവമില്ല. ഇങ്ങനെ പല കാര്യങ്ങൾ നിരത്തി പറയുക. ദൈവമില്ല എന്ന് അലറിക്കൂവി ഉച്ചഭാഷണിയിലൂടെ ആളുകളുടെ കർണപുടങ്ങളിലേക്ക് അവൻ അലറിക്കൂവി പറയാ ദൈവമില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കൂ, ദൈവമില്ല ഇത് പറയുകയാണ്. ഒരു മനുഷ്യൻ നിന്ന് അലറിക്കൂവി ദൈവമില്ല എന്ന് പ്രസംഗിക്കുമ്പോൾ ആളുകൾ തടിച്ചുകൂടി കേൾക്കാൻ നല്ല രസം, കർണ രസമാറുന്ന കാര്യങ്ങൾ താനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ് താനിങ്ങനെ അതിൻ്റെ സമാപനത്തിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് ഓഡിയൻസിൻ്റെ മുഖത്തേക്ക് താൻ തുറിച്ചു നോക്കിയിട്ട് അവിടെ നിന്ന് ആളുകളോട് താനിങ്ങനെ പറഞ്ഞു, ഞാൻ ഇത്രയും നേരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവമില്ല. നിരവധി കാര്യങ്ങൾ ഞാൻ തെളിയിച്ചു. ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവമുണ്ട് എന്ന് തെളിയിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വേദിയിലേക്ക് വരാം. ഞാൻ നിങ്ങളുടെ കയ്യിൽ ഉച്ചഭാഷണം നൽകുകയാണ്. നിങ്ങൾക്ക് തെളിയിക്കാം. ദൈവമുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവമുണ്ടെന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ നിൽക്കുകയാണ്. ആരും മുൻപോട്ട് വരാതിരിക്കുമ്പോൾ ഒരു മുഷിഞ്ഞ വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ കയ്യിലൊരു ആപ്പിളും പിടിച്ചുകൊണ്ട് മെല്ലെ നടന്നു വരികയാണ്. ഏതാണ്ട് 80-85 വയസ്സോളം പ്രായം വരുന്ന ഈ മനുഷ്യൻ പെല്ലെ ആളുകളുടെ ഇടയിൽ നിന്നിങ്ങനെ നടന്ന് നീങ്ങി വരികയാണ്. താൻ ആ വേദിയിലേക്ക് വന്ന് ഉച്ചഭാഷണി തൻ്റെ കയ്യിലേക്ക് വാങ്ങിക്കുന്നതിന് മുമ്പ് എല്ലാവരും കാണെ കയ്യിലിരുന്ന ചുവന്ന ആപ്പിൾ താനിങ്ങനെ കടിച്ച് കഴിക്കുകയാണ്. അമ്മേൻ. ഇരിക്കുന്നവർക്കെല്ലാം അല്പം കിട്ടിയാൽ കൊള്ളാമെന്നൊരു ആവേശമുണ്ട്. പക്ഷെ പുള്ളി കൊടുക്കുകയല്ല, മുഴുവൻ പുള്ളി കഴിച്ചു. ഒട്ടും പുള്ളി മിച്ചം വെക്കാതെ മുഴുവൻ കഴിച്ച് വേസ്റ്റ് മാത്രം എടുത്തെറിഞ്ഞ് ചവടം നിന്ന് ദൈവമില്ല എന്ന് അലറിക്കൂവി പ്രസ്താവിച്ചു കൊണ്ടിരുന്ന ആളിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു ചെറുപുഞ്ചിരിയോടൊരു ചോദ്യം, ഞാൻ കഴിച്ച ആപ്പിൾ ചുമന്നതാണെന്ന് താങ്കൾ കണ്ടല്ലോ, ഞാൻ കഴിച്ചതും താങ്കൾ കണ്ടില്ലേ? കണ്ടു. എങ്കിൽ ആ ആപ്പിളിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് താങ്കൾ പറയണം. ഈ വേദിയിലിരിക്കുന്ന ആളുകൾ മൗനമായിരുന്നത് പോലെ അവിടെ നിന്നവർ മുഴുവൻ മൗനമായി. ആളുകൾ ആരും മിണ്ടുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി.
ദൈവമില്ലെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന നിരീശ്വരവാദിയായ മനുഷ്യൻ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി, ഹേ വൃദ്ധനായ മനുഷ്യ, താങ്കൾക്ക് നാണയില്ലേ? താങ്കൾ കഴിച്ച് ആപ്പിളിൻ്റെ ടേസ്റ്റ് എന്നോടാണോ ചോദിക്കുന്നത്? അത് താങ്കൾക്കല്ല അറിയത്തുള്ളൂ, അത് എന്നോട് എന്തിനാ ചോദിക്കുന്നത്? താങ്കൾ ഇങ്ങനെ മണ്ടൻ ചോദ്യങ്ങൾ ചോദിച്ച് ആളുകളെ നിങ്ങൾ അതേ സ്തോത്രം ആവേശഭരിതരാക്കാതെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വൃദ്ധനായ മനുഷ്യൻ ശാന്തമായിട്ട് ഉച്ചഭാഷണി വാങ്ങിച്ചിട്ട് നിൽക്കുന്ന ആളുകളോടെല്ലാം പറഞ്ഞു, എൻ്റെ പ്രിയ സ്നേഹിതന്മാരെ, ഞാൻ കഴിച്ച് ആപ്പിളിൻ്റെ ടേസ്റ്റ് പോലും പറയാത്ത ഈ മനുഷ്യനാണ് ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനത് രുചിച്ചറിഞ്ഞത് കൊണ്ട് ആപ്പിളിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അതുപോലെ തന്നെ ഞാൻ രുചിച്ചറിഞ്ഞ ദൈവത്തെ ഇയാൾക്കറിഞ്ഞൂടാ. ഞാൻ രുചിച്ചറിഞ്ഞ ദൈവത്തിന് എന്നാ ടേസ്റ്റ് എന്ന് അനുഭവിച്ചെങ്കിലേ മനസ്സിലാകൂ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അവൻ ഒരു പക്ഷെങ്കിൽ മറ്റൊരുത്തനോട് പറഞ്ഞാൽ അവന് മനസ്സിലാകില്ല. പക്ഷേ ഇന്ന് രാത്രി അനുഭവിച്ച നമുക്കറിയാം അവൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. ഈ 61ാമത്തെ ജനറൽ കൺവെൻഷനിൽ ഈ പന്തലിൻ്റെ കീഴിൽ പ്രാർത്ഥനയോടെ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടല്ലേ ഇന്ന് രാത്രി നീ ഇവിടെ വന്നിരിക്കുന്നത്? നിന്റെ കുടുംബം അനുഭവിച്ചറിഞ്ഞില്ലേ? നിന്റെ വീടിന്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് നിനക്കറിയത്തില്ലേ? നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തിയത്, നിന്റെ സ്ഥിതിഗതി മാറിയത്, നിന്റെ തലമുറയെ മാറ്റിയെടുത്തത്, നിന്റെ ഭർത്താവിനെ മാറ്റിയത്, നിന്റെ ഭാര്യയ്ക്ക് മാറ്റം വരുത്തിയത്, നിന്റെ രോഗം മാറ്റിയത്, നിന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറ്റിയത്, നിന്റെ വീട്ടിലെ മരണം മാറ്റിയത് അറിയില്ലേ? അത് അനുഭവിച്ചവർക്ക് പറയണ്ടേ ഇന്ന് രാത്രി എന്റെ യേശു കർത്താവായ ദൈവമാണെന്ന്? ഞങ്ങൾ അനുഭവിക്കുന്നവരാണ്. രാത്രിയിൽ ഈ പരസ്യ സ്ഥലത്ത് കിടന്ന് അലറിക്കൂവുമ്പോൾ ഞങ്ങളെ കാണുന്നവർ ചിന്തിക്കരുത്, കൊഴുപ്പ് കൂടിയ എൻ്റെ അഹന്തയാണ് ഇങ്ങേർക്ക് ഈ കിടന്ന് കാറുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കൊഴുപ്പ് കൂടിയതിൻ്റെ അഹന്തയല്ല, അഹങ്കാരവുമല്ല, മറിച്ച് ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവശക്തി അത്ര ഭയങ്കരമാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവകരമത്ര ഭയങ്കരമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ അനുഭവിക്കുന്ന ആ ദൈവശക്തിയുടെ മാധുര്യം എത്ര ഭയങ്കരമാണെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ രാത്രി നീ ഇവിടെ വെറുതെ ഇരിക്കത്തില്ല. നിന്നെ വിടുവിച്ച കർത്താവിനെ വാ തുറന്ന് സ്തുതിച്ചങ്ങ് ആരാധിക്കത്തില്ലേ? നടത്തിയ ദൈവത്തെ, ഇന്നുവരെ നടത്തിയ ദൈവത്തെ. കുഞ്ഞെ, നിന്നെ നോക്കി നൂറുകണക്കിന് ആളുകൾ ആമേൻ ആമേൻ ഉച്ച ഈ സ്വരത്തോടെ പറഞ്ഞില്ലേ നിന്റെ കഥ കഴിഞ്ഞെന്ന്, നിന്റെ ഗതി നീ ഗതികേടിലാണെന്ന്, നീ രക്ഷപ്പെടത്തില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. ആരൊക്കെ എവിടൊക്കെ നിന്ന് പറഞ്ഞു, അവിടെ ഒക്കെ ദൈവം നിന്നെ ആദരിച്ച്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ്. യോഹന്നാനോട് എൻ്റെ ചോദ്യം, താങ്കൾ യേശു ദൈവപുത്രനാണെന്ന് എങ്ങനെയാ മനസ്സിലായത്? യോഹന്നാൻ പറയുന്നു, ഞാൻ അവൻ്റെ വലത്തുഭാഗത്താണ് ഇരിക്കുന്നതെങ്കിൽ എൻ്റെ ഇടത് ചെവി അവൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുകയാണ്. ഞാൻ അവൻ്റെ ഇടത് ഭാഗത്താണ് ഇരിക്കുന്നതെങ്കിൽ എൻ്റെ വലത് ചെവി അതിൻ്റെ നെഞ്ചോട് ചേർന്ന്. ആ നെഞ്ചിലെ ചൂടറിഞ്ഞിട്ടുള്ള ഞാൻ പറയും, അവൻ സാധാരണ രാജാവല്ല, അവൻ സാധാരണ ദാസനല്ല, അവൻ സാധാരണ മനുഷ്യനല്ല, അവൻ ദൈവപുത്രനാണ്. അവൻ ദൈവപുത്രനാണ്. ഓ പോരാ പ്രിയരെ, ശബ്ദമുയർത്തി അധരം തുറന്ന് അവൻ ദൈവപുത്രൻ. ഇന്ന് രാത്രി ദൈവപുത്രനായ കർത്താവ് ഇതിനകത്ത് വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയാം, ഇതിനകത്ത് നടക്കേണ്ട ഏതെല്ലാം വിടുതലുകളുണ്ടോ അത് മുഴുവൻ ഇന്ന് രാത്രിയിൽ ഈ പന്തലിൻ്റെ കീഴിൽ എൻ്റെ കർത്താവ് വെളിപ്പെടുത്തി തരും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ആമേൻ. അകം തുറന്ന് അധരം തുറന്ന് ആത്മാവിൽ വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കുക. അടുത്ത ജനറൽ കൺവെൻഷൻ നീ ഉണ്ടോന്നറിഞ്ഞൂടാ. നിനക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോന്നറിഞ്ഞൂടാ. ഈ കൺവെൻഷന് അലറി ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. അവൻ ദൈവപുത്രനാണ്. യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കാൻ അനവധി വാക്യങ്ങളുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം എനിക്കിന്ന് രാത്രിയിൽ സവിസ്തരമായ ചിന്തകളിലേക്ക് കൂടി എത്തേണ്ടതായിട്ടുണ്ടല്ലോ.
അതുകൊണ്ട് ഞാൻ വേഗം വരികയാണ്. അപ്പം ഇങ്ങനെ 4 സുവിശേഷങ്ങൾ യേശുവിനെ വിവിധ നിലകളിൽ ചിത്രീകരിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ ഒരു ചിത്രം നമുക്ക് ലഭിക്കുകയാണ് കേട്ടോ. മാത്രമല്ല കേട്ടോ പ്രിയരെ, യേശയ്യാ 53 വായിച്ചാൽ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഒരു ചിത്രമുണ്ട്, ക്രൂശിതനായ കർത്താവിൻ്റെ ചിത്രം. ഇന്ന് രാത്രി ക്രൂശിതനായ കർത്താവിൻ്റെ ചിത്രമല്ലേ നമ്മളെ ഇതിനകത്ത് കൊണ്ടുവന്നിരുത്തിയത്? യേശുവിൻ്റെ നാമത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ആമേൻ യെശയ്യാ പ്രവാചകൻ യേശു കർത്താവിന് 750 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ യേശുവിനെ കുറിച്ച് പ്രവചിച്ച് രേഖപ്പെടുത്തുമ്പോൾ ആമേൻ താനിങ്ങനെ കൃത്യമായി ചിത്രീകരിക്കുകയാണ്. അവൻ ക്രൂശിൽ കിടക്കുന്നത്, അവൻ ആമേൻ തകർന്ന് തരിപ്പണമായത്, ഒന്നുമല്ലാത്തവനായി മാറിയത്, ആമേൻ ഇല്ലാത്തവനായി മാറി. ഇതൊക്കെ വായിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം, വായിച്ച് സ്നാനപ്പെട്ട ആൾക്കാരുണ്ട് കേട്ടോ. ഇത് വായിച്ച് സ്നാനപ്പെട്ടവരുണ്ട്. ഇത് വായിച്ചു യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് വായിച്ചു സ്നാനപ്പെട്ടയാളാണ് ആമേൻ കന്ദക്കായ എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനായ ആമേൻ യെരൂശലേം ദേവാലയത്തിൽ വണങ്ങാൻ പോയച്ച് തിരിച്ചു വരുമ്പം തേരിനകത്തിരുന്ന് തന്റെ തേര് ചടപട ശബ്ദമുണ്ടാക്കി ഓടി മുന്നേറുമ്പോൾ താൻ അതിനകത്തിരുന്ന് ആമേൻ പ്രവാചകൻ എഴുതിയത് വായിക്കുകയാണ്. വായിച്ചു പോകുമ്പോൾ ഗ്രഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ആത്മാവ് ഒരുത്തനെ ചേർത്ത് നടത്തി തേരിനോട്. ഞാൻ ഇന്ന് രാത്രി ആത്മനിറവിൽ ഒരു കാര്യം പറയാം. ആമേൻ സ്തോത്രം. 7 കുതിരകളെ ചേർത്ത് കെട്ടിയ ഒരു രഥത്തിനകത്ത് പാഞ്ഞ് രഥം മുൻപോട്ട് മുന്നേറുമ്പോൾ ഒരു മനുഷ്യൻ ആ രഥത്തോട് ചേർന്ന് നടക്കുകയാണ്. എന്റെ ചോദ്യം, ഏത് ആത്മാവിലാ അങ്ങ് ഈ രഥത്തോട് ചേർന്ന് നടക്കുന്നതെന്ന്? കാരണം രഥം അത്ര വേഗതയിലല്ലേ ഇടുക്ക് വഴികളെ താണ്ടി മുന്നേറുന്നത്. താങ്കൾ ഏതാത്മാവിലാ ഈ രഥത്തോട് ചേർന്ന് നടക്കുന്നെന്ന് ചോദിച്ചാൽ ആമേൻ ആ മനുഷ്യൻ പറയും, ആ രഥത്തെക്കാൾ ശക്തിയേറിയ ഒരു ശക്തി എൻ്റെ അകത്ത് വ്യാപരിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ രഥത്തോട് അതിങ്ങനെ ചേർന്ന് നടക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് ആ രഥത്തിനകത്തിരുന്ന ആൾ പറഞ്ഞു, എന്തിനാ നടക്കുന്ന, കേറി ഇതിനകത്ത് ഇരിക്കെ. കയറിയിരുന്നപ്പം അടുത്തിരിക്കുന്ന മനുഷ്യൻ ഇങ്ങേരോട് ചോദിച്ചു, ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, ആ പുസ്തകത്തിനകത്ത് ആമേൻ എഴുതിയിരിക്കുന്ന ആളിനെ കുറിച്ച് എനിക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇത് എഴുതിയ ആളിനെ കുറിച്ച് എഴുതിയതാണോ അതോ എഴുതിയ ആൾ വേറെ ആരെങ്കിലും കുറിച്ച് എഴുതിയതാണോ എന്നൊരു ചോദ്യം. ഉടനെ വ്യാഖ്യാനിച്ചു തുടങ്ങിയ പുള്ളി പറഞ്ഞു, ഇത് എഴുതിയ ആളിനെ കുറിച്ച് എഴുതിയതല്ല, എഴുതിയ ആൾ മറ്റൊരാളിനെ കുറിച്ച് എഴുതിയതാണ്. ആ ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ, രഥം നിർത്ത്, വെള്ളം ദേ കിടക്കുന്നു, ഇറങ്ങി സ്നാനപ്പെട്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇന്ന് രാത്രി ഞാൻ ദൈവശബ്ദം പറയാം, ഷണ്ണനായതുകൊണ്ട് ആലയത്തിൽ കയറാൻ വയ്യാതെ ആലയത്തിന്റെ പുറത്തു നിന്ന് വണങ്ങിയച്ചു പോകുന്ന ഈ മനുഷ്യൻ ആമേൻ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടപ്പോൾ എന്നേക്കുമായ ഒരു ശക്തി, യെരൂശലേം ദേവാലയത്തിൽ പോയപ്പോൾ കിട്ടാത്തൊരു ശക്തിയും കൊണ്ടാണ് താൻ വീട്ടിൽ പോയത്. വാതുറന്ന് ശബ്ദമുയർത്തി ഒരു ആമേൻ പറയണ്ടേ. ഈ പുസ്തകം വായിച്ചപ്പോൾ തന്നെ സ്നാനപ്പെടാൻ തീരുമാനിച്ച അന്ന് തന്നെ സ്നാനപ്പെട്ട ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാൻ വേഗം മുൻപോട്ട് പോവുകയാണ്. അപ്പം ഇങ്ങനെ 4 സുവിശേഷങ്ങളാണ് നമുക്ക് വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ഞാൻ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരികയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയും ചിന്തയും തിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ആ ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ആ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു ദാസനായി ചിത്രീകരിച്ചിരിക്കുന്ന ആ സുവിശേഷത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. വളരെ ശ്രദ്ധിക്കൂ, പ്രാർത്ഥനയോടിരിക്കൂ. ഇത് രാത്രി നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വാക്യം വായിച്ച് കേൾപ്പിച്ചായിരുന്നു. ഞാൻ ഒന്നുകൂടെ ആ വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് ഗ്രഹിപ്പിക്കാൻ, കേൾക്കാൻ ഒന്നുകൂടെ വായിക്കാം. അവിടെ പിന്നെ അവരോട്, അവൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. അവരോട് എന്നത് ശിഷ്യഗണത്തെ കുറിച്ചാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ച 2 ചോദ്യങ്ങളാണ് ഇവിടെ പരിശുദ്ധാത്മാവ് ആലേഖനം ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത്? രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലയോ എന്ന് ചോദിച്ചു. എനിക്ക് ആ വാക്യം ഞാനിങ്ങനെ വായിച്ചപ്പോൾ അവിടെ എഴുതിയൊക്കെ പിന്നെ അവൻ അവരോട്. എൻ്റെ ചോദ്യം, എന്തിൻ്റെ പിന്നെയാണ് കർത്താവ് ഈ ചോദ്യം അവരോട് ചോദിച്ചതെന്ന് പഠിക്കണം. എന്തിൻ്റെ പിന്നെയാണ്? രക്തം ജയം. ഈ പിന്നെ എന്നുള്ള പദം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പദമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് പിള്ളേർക്ക്. ഇങ്ങോട്ടൊന്ന് വന്നേടാ കൊച്ചെന്ന് അമ്മ വിളിച്ച ഉടനെ ചെറുക്കം പറയും, ഞാൻ പിന്നെ വരാമെന്ന്. ഭാര്യമാരും ഒട്ടും പുറകിലല്ല. എടി കുഞ്ഞോളെ ഇങ്ങോട്ടൊന്ന് വന്നേടി എന്ന് പറഞ്ഞു, ഞാൻ പിന്നാട്ടച്ച, ഞാൻ പിന്നെ ചെയ്യാച്ച, പിന്നാട്ടച്ച. സ്തോത്രം. പാസ്റ്റർ വിശ്വാസിയോട് പറഞ്ഞു, ഇന്നതൊന്ന് ചെയ്തേക്കണേ ബ്രദറെ, പിന്നാട്ടെന്ന്.
ഈ പിന്നെ എന്നുള്ള പദം നമുക്കെല്ലാം ഇഷ്ടമുള്ള പദമാണ്. പിന്നെ 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 നാളെ നാളെ നീളെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. ദൈവത്തിന് സ്തോത്രം. അപ്പം പിന്നെ എന്നുള്ള പദം നമുക്കെല്ലാം ഇഷ്ടമുള്ള പദമാണ്. ഇവിടെ എന്ത് ചെയ്തത്? പിന്നെ എന്നുള്ള പദം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റുള്ളൊരു പദമാണ് ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കാൻ പോണേ. എന്നിട്ട് നിങ്ങൾക്ക് സ്വത്രം പറയുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. താങ്ക് യു ലോർഡ്. പിന്നെ അവൻ അവരോട്. എന്റെ ചോദ്യം, എന്തിന്റെ പിന്നെയാണ് കർത്താവ് ഈ ചോദ്യങ്ങളുമായിട്ട് ശിഷ്യന്മാരെ നേരിട്ടത്? ഈ മനുഷ്യരും ദൈവം തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ വലിയ പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് മനുഷ്യൻ നമ്മളോട് ചോദിക്കുന്നത്, ഇതെന്നാ ഇങ്ങനെ സംഭവിച്ചേ? നിങ്ങൾ ഇത്രയും നാളും പ്രാർത്ഥിക്കാൻ പോയച്ചോ, നിങ്ങൾക്ക് തന്നെ ആണല്ലോ ഗതികേടല്ല. നമ്മളൊരു വലിയ പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് ഇവർ വന്നേച്ച് നമുക്കിട്ട് തന്നെ ഒരു താങ്ങ്. അതുകൂടെ കേട്ടപ്പോ കേട്ട പുള്ളിക്ക് എങ്ങനേലും പന്തൽ വിട്ടൊന്ന് പോയാൽ മതി എന്നൊരു തോന്നല. കാരണം ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പിന്നെ എന്നായി? മനുഷ്യൻ അങ്ങനെ. പക്ഷേ ദൈവം അങ്ങനല്ല. എൻ്റെ യേശു അങ്ങനല്ല. നീ ഒരു പ്രശ്നത്തിലാണ്, പ്രശ്നത്തെ എൻ്റെ കർത്താവ് ആദ്യം പരിഹരിക്കും. പരിഹരിച്ചാണ് എൻ്റെ കർത്താവ് നിന്നെ ഒന്ന് ഉറപ്പിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ. ഇവിടെയും അങ്ങനെയാണ്. യേശു പിന്നെയാണ് അവരോട് ചോദിക്കുന്നത്. എന്താണ് ആ ചോദ്യം എന്നറിയാമോ? പിന്നെ എന്താണ് കർത്താവ് ചോദിച്ചതെന്നറിയാമോ? ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിക്കാം. 39-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ പിന്നെയാണെന്ന് മനസ്സിലാവും. 39-ാമത്തെ വാക്യം അവിടെ എഴുതി, അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതെ ഇരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തത ഉണ്ടായി. പിന്നെ അവൻ അവരോട്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ പ്രിയരെ, ഒരിക്കലും വഴിമാറാത്ത, അടങ്ങാത്ത, ഒരിക്കലും നിശ്ചലമാകാത്ത, ശാന്തമാകാത്ത തിരകളും തിരമാലകളും കാറ്റുകളും വെല്ലുവിളികളും ഇവരുടെ ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിച്ച് ആ കാറ്റ് വരെ പതറിച്ചും ചിതറിക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ ഇതിനെ പരിഹരിക്കുന്നവൻ ആദ്യം ഇവരെ ശകാരിക്കാൻ ശ്രമിക്കാതെ അവരെ ആദ്യം ആ വിഷയത്തെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരിക്കലും പരിഹരിക്കപ്പെടത്തില്ല എന്ന് അവരും കൂടെ പറഞ്ഞു പോയ വിഷയത്തെ എൻ്റെ യേശു വന്ന് ഒരു പരിഹാരം. ഇന്ന് രാത്രി ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത ചില വിഷയങ്ങൾ ഈ കൺവെൻഷന്റെ 2ാമത്തെ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടി എൻ്റെ യേശു പരിഹരിക്കുകയാണ്. എൻ്റെ യേശു ഇതിനെ പരിഹരിച്ച രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എഴുതിയേക്കുക, അവൻ എഴുന്നേറ്റു. ആമേൻ. ഇന്ന് രാത്രി എൻ്റെ യേശു എഴുന്നേൽക്കും എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? പോരാ, ശക്തിയോടെ ഒരു ഹല്ലേലൂയ. ഇന്ന് രാത്രി കുഞ്ഞെ, നിനക്ക് വേണ്ടി ആരും എഴുന്നേറ്റില്ലെങ്കിലും നീ ഭാരപ്പെടണ്ട. നിനക്ക് വേണ്ടി ആരും ഒന്ന് എഴുന്നേറ്റില്ലല്ലോ, എനിക്ക് വേണ്ടി ആരും ഒന്ന് സംസാരിച്ചില്ലല്ലോ, എനിക്ക് വേണ്ടി ആരും ഒന്ന് ഇടപെട്ടില്ലല്ലോ, എനിക്ക് വേണ്ടി അല്ലല്ലോ, എനിക്ക് വേണ്ടി ഒന്ന് ഇടപെടുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ എനിക്ക് വേണ്ടി ആരും ഒന്ന് ഇടപെട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, ആമേൻ, നിനക്ക് വേണ്ടി ഇന്ന് രാത്രി എൻ്റെ യേശു എഴുന്നേൽക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി യേശു എനിക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? യേശുവിന്റെ രക്തം ജയം. ആമേൻ. യേശു എഴുന്നേറ്റു, രക്തം ജയമെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ നേരിടുന്ന പ്രശ്നത്തിന്റെ നടുവിൽ, വീണു പോകാൻ നിൽക്കുന്നവരുടെ നടുവിൽ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുക. തകർന്ന് തരിപ്പണമാകുമെന്ന് ചിന്തിക്കുന്നവരുടെ നടുവിൽ എൻ്റെ യേശു എഴുന്നേറ്റ് നിൽക്കുക. ഇന്ന് രാത്രി എൻ്റെ യേശു, ആമേൻ, ഈ പന്തലിൻ്റെ കീഴിൽ എഴുന്നേറ്റ് നടക്കുകയാണ്. ഇന്ന് രാത്രി ആർക്കാണോ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത്, വിഷയങ്ങളെ ആമേൻ മുൻപിൽ നിന്ന് വഴിമാറ്റേണ്ടത് ആർക്കാണോ, അവർക്ക് വേണ്ടി എൻ്റെ യേശു ഇതിനകത്തൂടെ ഒന്ന് എഴുന്നേറ്റ് നടക്കുകയാണ്. രക്തം വചനം ജയമെടുക്കുന്നു. കർത്താവ് എഴുന്നേറ്റു. യേശു എഴുന്നേറ്റു. എന്നിട്ട് ആദ്യം കർത്താവ് ചെയ്തത് കാറ്റിനെ ശാസിച്ചു. കാറ്റിനെ ശാസിച്ചു. ഇവിടെ രാവിലെ മുതൽ കാറ്റ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ കാറ്റ് ഏതായാലും ഇന്ന് രാത്രി
കർത്താവ് ശാസിക്കുക. യേശുവിന്റെ നാമത്തിൽ ഈ കാറ്റിന്ന് രാത്രി കർത്താവ് ശാസിക്കുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? ഈ ശാസിച്ചു എന്ന പദം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പദമാണ്. ശാസന, ശാസിക്കുക, ശാസിച്ചു എന്ന പദം. നമ്മളെല്ലാം ആൾക്കാരെ ശാസിക്കുന്നവരാണ്. സ്തോത്രം. ഞാൻ എൻ്റെ 9 വയസ്സുള്ള മോനെ ശാസിക്കുമ്പം അവൻ എന്നെ ശാസിക്കും. ചിലപ്പം അവൻ എന്നോട് പറയുക എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, നീ ഈ ശരീരത്തിൽ നിന്ന് എവിടുന്നാണ് ഇനിയും ദേഷ്യം വരുന്നത്? ഞാൻ അവനെ ശാസിച്ചു, അവൻ ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ അവൻ എന്നെ ശാസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. 2-3 ദിവസമായി ഞാൻ അവനെ കണ്ടിട്ട്. കാരണം പുള്ളി ഉറങ്ങിക്കഴിയുമ്പോഴേ ഞാൻ വരൂ, പുള്ളി ഉണരുന്നതിന് മുമ്പ് ഞാൻ പോകും. അപ്പം ഇന്ന് എൻ്റെ മോൻ വീട്ടിലുണ്ടായിരുന്നു. വൈഫ് എന്നെ വൈകിട്ട് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു മോൻ അന്വേഷിച്ചിട്ടുണ്ടെന്ന്. അപ്പം എനിക്ക് തോന്നിപ്പോയി ഞാൻ അമേരിക്കയിലാണല്ലോ എന്ന്. സ്തോത്രം. അപ്പം എൻ്റെ വൈഫിൻ്റെ ഞാൻ ഫോൺ വാങ്ങിച്ച് എന്നോട് പറഞ്ഞത് എന്നാണെന്നറിയോ? വൈകിട്ട് ഇവിടെ നേരത്തെ എത്തിയേക്കണമെന്ന്. ഞാൻ പറഞ്ഞു 1 മണിയാകുമ്പോൾ എത്തും. 9 വയസ്സുകാരൻ 1 മണിയാകുമ്പോൾ എത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഹാ 1 മണിക്ക് എത്തോടാടാ, ഓ താങ്ക് യു, വേഗം വാ. പ്രൈസ് ദി ലോർഡ്. അവന് കാണിക്കാനുള്ള വിളച്ചിലെല്ലാം ഞാൻ ഉണ്ടെങ്കിലേ കാണിക്കാൻ പറ്റും. അതാ വിഷയം. അവൻ്റെ അമ്മയുടെ അടുത്ത് ഒരു പണിയും നടക്കില്ല. യേശുവിൻ്റെ രക്തം ജയം. അപ്പം ഞാൻ അങ്ങോട്ട് ശാസിച്ചാൽ അവൻ എന്നെ ഇങ്ങോട്ട് ശാസിക്കുക. ഇതുങ്ങളൊക്കെ ആരാ മുതലെന്നറിയാവോ? അങ്ങോട്ട് ശാസിക്കാൻ പോയാൽ നിന്നെ ശാസിച്ച് ഓടിക്കും അവൻ. അത്ര സാധനങ്ങളാണ്. അപ്പം ഈ ശാസന എന്ന വാക്ക് നമ്മളെല്ലാം ഉപയോഗിക്കുന്നവരാണ്. ഇപ്പം പിള്ളേരെ ശാസിക്കാനും പറ്റിയില്ല. സ്തോത്രം. ഇപ്പം പിള്ളേരെ ശാസിക്കാൻ പറ്റില്ല. ഞാൻ ഈ 2 ആഴ്ച മുമ്പ് ഒരു സ്ഥലത്ത് യോഗത്തിന് നിന്നപ്പോൾ അവിടെ ഒരു അച്ഛൻ ഒരു കൊച്ചിനെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ കൊച്ചനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിട്ട് എന്നോട് പറയുക, പാസ്റ്റർ ഇവൻ്റെ തലേ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, സാധാരണ ഞാൻ തലേ കൈവച്ചാണ് അച്ഛാ പ്രാർത്ഥിക്കുന്നത്, എന്താ പ്രത്യേകിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചപ്പം പുള്ളി എന്നോട് പറഞ്ഞു, വഴക്ക് പറയാൻ പറ്റിയില്ല, പറഞ്ഞ പുള്ളി ഒളിച്ചോടുമെന്ന്. 6 വയസ്സേ ഉള്ളൂ. 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് ട്യൂഷന് പോടാന്ന് പറഞ്ഞ് അപ്പൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ മഹാൻ എന്നാ ചെയ്തെന്നറിയാം? ട്യൂഷന്റെ ബാഗ് എടുത്ത് തോളയിലിട്ട് ട്രെയിൻ കയറി ഗോവയ്ക്ക് പോയി. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ. ചെറുക്കൻ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ വരുന്നില്ല. അപ്പം തിരക്കി ഇറങ്ങിയപ്പം ട്യൂഷൻ ടീച്ചർ പറഞ്ഞു അവനെ ഇവിടെ ഒന്നും വന്നിട്ടില്ലെന്ന്. എങ്ങോട്ട് പോയി അന്വേഷിച്ച് ഗോവ വരെ അന്വേഷണം പോയി. അന്വേഷിച്ച് ഗോവയിലെത്തിയപ്പോൾ പുള്ളി ഒരു കപ്പലണ്ടി കടയുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അവനെ പിടിച്ചോണ്ട് വന്ന് എന്നോട് പറഞ്ഞു തലയെ കഴിച്ച് ശാസിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നൊരു പോരാട്ടമുണ്ട്. ശാസിക്കാൻ പറ്റിയില്ല. ശാസിച്ച ആളുകൾക്ക് ഇഷ്ടമില്ല. ശാസിച്ചു പോയാൽ ഒരു പിടി കയറയിൽ അങ്ങ് തൂങ്ങിച്ചാകുക. ശാസിച്ചു പോയാൽ ആമേൻ, ശകാരിച്ചു പോയാൽ ദൈവത്തിന് സ്തോത്രം, മരണത്തിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച ആളുകൾ ഇങ്ങനെ റെഡിയായി നിൽക്കുക. യേശുവിൻ്റെ രക്തം ജയം. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, കുഞ്ഞെ, നിന്നെ ശാസിച്ചത് നീ തീരാനല്ല, നീ നന്നാകാൻ വേണ്ടിയാ. നീ നന്നാകാൻ. ഇന്ന് രാത്രി യേശു ഇവിടെ ശാസിച്ചത് കാറ്റിനെയാണ്. എൻ്റെ ചോദ്യം കർത്താവിനോട്, കർത്താവേ, സത്യത്തിൽ ഈ കാറ്റിനെ നമ്മൾ വഴക്ക് പറയേണ്ട ആവശ്യമുണ്ടോ കർത്താവേ? വല്ല ആവശ്യമുണ്ടോ? കാരണം ഈ ശിഷ്യന്മാരെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നത് കാറ്റല്ലല്ലോ, കടലല്ലേ, തിരയല്ലേ. ഈ തിരയല്ലേ ഇവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കാഴ്ചക്ക് തിരയാണ്. പക്ഷേ യേശുവിൻ്റെ കണ്ണുകൾക്ക് തിര ഒരു പ്രശ്നക്കാരനല്ല. യേശുവിൻ്റെ കണ്ണുകൾക്ക് കാറ്റാണ് പ്രശ്നക്കാരൻ. കാറ്റ് എവിടൊക്കെ അടിക്കുമോ അവിടൊക്കെ തിരക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അലറി അടുക്കേണ്ടി വരും. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യേശു കണ്ടത് ആമേ കാറ്റിനെ ചലിപ്പിക്കുന്നതാണ്, കാറ്റിനെ ഉദ്യമിപ്പിക്കുന്നതാണ്, കാറ്റിനെ പാഞ്ഞു വരാൻ അനുവദിക്കുന്നതാണ്. യേശു എഴുന്നേറ്റിട്ട് ആമേ കടലിനെ ഇളക്കുന്ന ആ കാറ്റിനെ യേശു അവിടെ ശാസിക്കുകയാണ്. ശബരഹതുനിയ. നമ്മുടെ എല്ലാം വീടുകളിൽ ചെലന്തി വല കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. ചെലന്തി വല എല്ലാ ദിവസവും ചെലന്തി വല അടിക്കുന്ന അമ്മമാർ ഇവിടെ ഉണ്ട്. എല്ലാ ദിവസവും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും, എല്ലാ ദിവസവും ഞാൻ അടിക്കുക, പിന്നെയും അതിങ്ങനെ വരിക, എന്നാന്നൊരു പിടുത്തമില്ല. എന്നാൽ എൻ്റെ പൊന്നാണ്ടി ഇന്ന് കേട്ടോ, വീട്ടിൽ ചെന്നേച്ച് ആമേൻ കാത്തിരുന്ന് വല കെട്ടുന്നൊരു ചെലന്തി ഉണ്ട്. അതിനെ കണ്ടുപിടിക്കണം.
ഇന്നലെ രാത്രി വല കെട്ടിയച്ച് നീ അറിയാതെ മാറി പാത്തൊരിടത്ത് ഇരിപ്പുണ്ട്. വലയ്ക്കകത്ത് ആര് കുടുങ്ങിയാലും അവനെ വന്ന് തകർക്കാനായിട്ട് ആൾ മാറിയിരിക്കുക. ഇന്ന് രാത്രി ചെന്നേച്ച് അവൻ എവിടാണോ ഇരിക്കുന്നത് അവിടുന്ന് അവനെ കൊന്നേച്ചു വേണം ഇന്ന് രാത്രി ആ വലയടിക്കാൻ. യേശുവിൻ്റെ നാമത്തിൽ. എത്ര ദൈവമക്കൾക്ക് ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. യേശുവിൻ്റെ നാമത്തിൽ. യേശു നോക്കിയപ്പോൾ ആ കടല് തന്നെ ഇളകുകയല്ല, ആ കര, ആമേൻ, ആ കടല് തന്നെ അത് മറിഞ്ഞതല്ല, ആ തിരമാല തന്നെ ഇളകിയതല്ല, അതിൻ്റെ പിന്നിൽ തന്നെ ഇളക്കുന്ന ഒരു കാറ്റുണ്ട്, ഒരു കാറ്റുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നിനക്കെതിരെ ചിലതിനെ ആമേൻ അടിച്ചുവിടുന്ന ചില കാറ്റ്, അത് ഈ രാത്രിയിൽ എൻ്റെ കർത്താവിൻ്റെ കരം അതിനെ ശാന്തമാക്കാൻ. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നാളിതുവരെ അവൻ ആ വിഷയം മാറുന്നില്ലല്ലോ, ആ പ്രശ്നം വഴിമാറിയില്ലല്ലോ, ആ രോഗം വഴിമാറിയില്ലല്ലോ. അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു കാറ്റ്, അത് ഇന്ന് രാത്രിയിൽ അടങ്ങുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിലുണ്ട്? ആമേൻ. അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന അതിന്റെ പിന്നിൽ ചലിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആ കാറ്റിനെ യേശു ഇന്ന് രാത്രി ശാസിക്കാൻ പോകുകയാണ്. നിന്റെ വീടിനകത്തെ സമാധാനം കെടുത്തുന്ന ആ കാറ്റിനെ ഇന്ന് രാത്രി എന്റെ യേശു ശാസിക്കാൻ പോകുകയാണ്. നിന്റെ കുഞ്ഞിനെ വഴിതെറ്റിക്കുന്ന, നിന്റെ ഭാവിയെ തകർക്കുന്ന, നിന്റെ ജീവിതത്തിൽ, നിന്റെ ശരീരത്തിൽ നിന്നെ രോഗിയാക്കുന്ന ആ കാറ്റിനെ ആ കാറ്റ് ജീസസ് അവിടെ എഴുതിയേക്കുന്നു. അവരെഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കടലിനോട് യേശു പറഞ്ഞ 2 പദങ്ങളാണ്. ഒന്ന് അനങ്ങാതിരിക്കുക, അടങ്ങുക. ഈ അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പുള്ളി ഒന്നുകൂടെ അനങ്ങിയെന്നാ തോന്നുന്നേ. അതുകൊണ്ടാണല്ലോ കർത്താവ് അടങ്ങുക എന്ന് പറഞ്ഞത്. ചെല്ലോട് അങ്ങനെ എത്ര പറഞ്ഞാലും അനുസരിക്കുകയില്ല. അവിടെ കർത്താവ് ഉപയോഗിക്കുന്ന പദമാണ് അടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കണേ. ഇന്ന് രാത്രി നീ പറഞ്ഞിട്ട് അടങ്ങാത്തത്, ഇന്ന് രാത്രി നീ പറഞ്ഞിട്ട് അനങ്ങാതിരിക്കുന്നത്, നീ പറഞ്ഞിട്ട് അനങ്ങാതിരിക്കുമെന്ന് വിചാരിച്ചത് അനങ്ങാതിരിക്കും എന്ന് ചിന്തിച്ചത് പിന്നെയും അനങ്ങുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു അടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ ഈ 2ാം ദിവസം ദൈവത്തിൻ്റെ കരം ഇവിടെ ചലിക്കുമ്പോൾ ഇതിനകത്ത് ചിലത് അടങ്ങുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. അടങ്ങുന്നത്. ഇനി അത് ചലിക്കത്തില്ല, ഇനി അത് അനങ്ങത്തില്ല, ഇനി അത് നിന്റെ നേരെ വരത്തില്ല. അത് അടങ്ങുകയാണ്. അനങ്ങാതിരിക്ക. അടങ്ങുക, അടങ്ങുക, അടങ്ങുക. ഇന്ന് രാത്രി അടങ്ങുക, ഇന്ന് രാത്രി അടങ്ങുക. ഇന്ന് രാത്രി ആ പ്രശ്നങ്ങൾ അടങ്ങട്ടെ, ആ വിഷയങ്ങൾ അടങ്ങട്ടെ, ആ വെല്ലുവിളികൾ അടങ്ങട്ടെ, നിന്റെ സമാധാനം കെടുത്തുന്ന ആ വാക്കുകളുടെ ശരങ്ങൾ അടങ്ങട്ടെ, നിന്റെ ഭാവിയെ മുടിക്കുന്ന ആ വാതിലുകൾ അടയട്ടെ. അടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് ആത്മാവിൽ അടങ്ങുക എന്ന് കൽപ്പിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ കാണുന്നു ചിലരുടെ മേൽ ഒരു ദൈവത്തിൻ്റെ കരം ചലിച്ചിറങ്ങി വരുന്നത്. ആത്മാവിൽ ഞാൻ ഇന്ന് രാത്രി ദർശിക്കുകയാണ്. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ നിന്നെ വല്ലാതെ വലച്ചു കളയുന്ന ആ പ്രശ്നം ഇന്ന് രാത്രി അടങ്ങുന്നത്, അടങ്ങുന്നത്, ഈ രാത്രി ഒരു അടങ്ങുന്നത്. കരമടിക്കാൻ പറ്റുന്നവർ കരമടിക്കുകയാണ്, നന്നായിട്ട് അടിച്ചേക്കണം. വാ തുറന്ന് സ്തുതിക്കുകയാണ് നന്നായിട്ട്. ജനറൽ കൺവെൻഷനിൽ നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. വെറുതെ കൊണ്ടുവന്നതല്ല.
നിന്റെ മുൻപിൽ നിന്ന് ചിലത് അടങ്ങി മാറുന്നത്, നിനക്കൊന്ന് കാണത്തക്ക നിലയിൽ ചിലത് വഴി മാറുന്നത്. യേശുവിന്റെ നാമത്തിൽ ചിലത് ഇന്ന് രാത്രി അടങ്ങുകയാണ്. പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, നീ ഭയപ്പെടുന്നതിനെ ഇന്ന് രാത്രി കർത്താവ് കീഴടക്കുകയാണ്. നിന്നെ ഭാരപ്പെടുത്തിയ വിഷയത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കീഴടക്കി നിനക്ക് ജയം തരികയാണ് യേശുവിൻ്റെ നാമത്തിൽ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആധരം തുറന്ന് ഈ പന്തലിനകത്തൊരു ഭയങ്കര ദൈവശക്തി വ്യാപരിക്കുന്നു. ഈ പന്തലിന്റെ കീഴിലൊരു ഭയങ്കര ദൈവശക്തി ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ. നീ നിന്റെ വീട്ടിലോട്ട് മടങ്ങുന്നത് ചിലത് അടങ്ങിയത് കണ്ടിട്ടായിരിക്കും. നീ നിന്റെ വീട്ടിലോട്ട് പോകുന്നത്, നീ നിന്റെ ശുശ്രൂഷ സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുന്നത് ചിലത് അടങ്ങിയത്, ചിലത് കീഴടങ്ങിയത് നീ കണ്ണുകൊണ്ട് കാണാൻ. ഓ ഹല്ലേലൂയ. ആമേൻ. സബാകാസ്മാതാൻ ഷെലെപെനിയ. അതിന്റെ റിസൾട്ടൂടെ ശ്രദ്ധിക്കൂ. റിസൾട്ടാണ് ഇന്ന് രാത്രി നമ്മളെ സ്തുതിക്കാൻ പ്രേരിപ്പിക്കുന്നത്. റിസൾട്ട് ഇങ്ങനെയാണ്: കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. ഞാൻ ഇന്ന് രാത്രി പന്തലിനകത്ത് നിന്നുകൊണ്ട് പറയുന്ന ദൈവശബ്ദം ലിറ്ററലി അത് വ്യക്തികളുടെ മേൽ സംഭവിക്കുകയാണ്. കാരണം ഞാൻ പ്രസംഗിക്കുന്ന വചനം അത്ര ശക്തിയുള്ളതാണ്. ഞാനിന്ന് ഇവിടെ പ്രസംഗിച്ചിട്ട് അടുത്ത കൊല്ലം ഇവിടെ വിടുതൽ നടക്കും. നോ, ഞാൻ പറയുന്നു, ഇന്ന് രാത്രി നടക്കേണ്ട വിടുതൽ ഇന്ന് രാത്രി തന്നെ നടക്കും. ഇന്ന് രാത്രി വെളിപ്പെടേണ്ട വിടുതൽ, ഇന്ന് രാത്രി ചലിക്കേണ്ട വിടുതൽ, ഇന്ന് രാത്രി നടക്കേണ്ട വിടുതൽ, ഇന്ന് രാത്രി സൗഖ്യമാകേണ്ടത്, ഇന്ന് രാത്രി അവൻ അമരേണ്ടത്, ഇന്ന് രാത്രി അടങ്ങേണ്ടത് അത് ഇന്ന് രാത്രി തന്നെ, നാളെയല്ല, ഇന്ന്. ഇന്ന് 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 നാളെയല്ല, 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 ഇന്നാ വിടുതൽ, ഇന്നാ വിടുതൽ, ഇന്നാ വിടുതൽ, ഇന്നാ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി നിന്റെ തലമുറയുടെ വിഷയം പരിഹരിക്കപ്പെടുക. ആ കുഞ്ഞിന്റെ ഭാവിയുടെ വിഷയം ഇന്ന് രാത്രി പരിഹരിക്കപ്പെടുക. നീ കരയുന്ന വിഷയം ഇന്ന് രാത്രി നീ വീട്ടിൽ ചെല്ലുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും അല്ലെന്ന് കൽപ്പിച്ച ഓടനെ, കൽപ്പിച്ച ഓടനെ, കൽപ്പിച്ച ഓടനെ വീട്ടിൽ വിടുതൽ നടക്കുകയാണ്. വീട്ടിൽ വിടുതൽ നടക്കുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര പേർ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയും, വീട്ടിൽ വിടുതൽ നടന്നിട്ടുണ്ട്. ചില വിഷയത്തിന്റെ വിടുതൽ ആമേൻ നിന്റെ അതേ സ്തോത്രം ശുശ്രൂഷ ജീവിതത്തിൽ, സഭയിൽ, കുടുംബങ്ങളിൽ നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കാറ്റമർന്നു, വലിയ ശാന്തത ഉണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കൾ ആകുന്നത് എന്ത്? എന്റെ ചോദ്യം, ഇവര് ഇങ്ങനെ ഭീരുക്കളാകുന്നത് എന്തിനാന്ന് കർത്താവ് ചോദിക്കണമെങ്കിൽ അവരെങ്ങനാ ഭീരുക്കളായതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം, ആമേൻ. എങ്ങനെയാണ് അവർ ഭീരുക്കളായതെന്ന് ഞാൻ 38-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിച്ച് ആ ഭാഗം പറയാം. 38-ാമത്തെ വാക്യം: അവൻ അമരത്ത് തലകണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി
ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പൊ ഇവരുടെ ഭയം എന്താണ്? ഈ കടലിൽ തിരകളിൽ കാറ്റിൽ പെട്ട് ഞങ്ങൾ നശിക്കും, ഞങ്ങൾ നശിക്കും, ഞങ്ങൾ നശിക്കും, ഞങ്ങൾ നശിക്കും എന്നൊരു ഭയം ഇവരുടെ അകത്ത് വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ ചോദ്യം, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുന്നത് എന്തിനാ? നിങ്ങൾ നശിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. വിളിച്ചവൻ ഞാനല്ലേ. നിങ്ങൾക്കൊരു കേടും വരികയില്ല, നിങ്ങളുടെ ശുശ്രൂഷയ്ക്കൊരു കേടും വരികയില്ല, നിന്റെ ഭാവിക്കൊരു കേടും വരികയില്ല, നിന്റെ കുഞ്ഞിനൊരു കേടും വരികയില്ല, നിന്റെ സഭയ്ക്കൊരു കേടും വരികയില്ല, നിന്റെ പ്രാർത്ഥനകൾക്കൊരു കേടും വരികയില്ല. കാരണം വിളിച്ചവൻ വിശ്വസ്തനാണ്. പോരാ, ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. നീ ഒരിക്കലെ നശിച്ചു പോകും എന്നിങ്ങനെ പേടിച്ചിരിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ, എന്നെ ശ്രദ്ധിക്കേ. നശിച്ചു പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. കാരണം ഞാനതിന് 35-ാമത്തെ വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ കാര്യം പിടികിട്ടും. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം, വിളിച്ചിറക്കിയവൻ എവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാ വിളിച്ചേ? അക്കരയ്ക്ക്. എത്തിക്കേണ്ട ഡ്യൂട്ടി ആരുടേതാ? വിളിച്ചവൻ്റെതാ. എന്നാ പിന്നെ നടുക്ക് കടലടിക്കുവോ കാറ്റടിക്കുവോ തെരയിളകുവോ പ്രശ്നം ഉണ്ടാകുവോ ചെയ്താൽ നെവർ മൈൻഡ്. കുഞ്ഞെ, നീ പോകുന്നത് അക്കരയിലോട്ടല്ലേ? അക്കരെ എത്തുന്നതിന് മുമ്പ് എന്തെല്ലാം കോലിളക്കം ഉണ്ടായാലും നീ മൈൻഡ് ചെയ്യണ്ട. കാരണം വിളിച്ചവൻ പടകിനകത്തുണ്ട്. അവൻ വിളിച്ചത് എന്തിനെന്നറിയോ? അക്കരയ്ക്ക് പോകാ. ഒരു ലക്ഷ്യമുണ്ട്, 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 ലക്ഷ്യമുണ്ട്. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്, നിന്നെക്കുറിച്ച് എൻ്റെ യേശുവിന് ഒരു കാര്യപരിപാടിയുണ്ട്. അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞ് വിളിച്ച് വള്ളത്തേക്ക് എത്തിയേച്ചേ. നടുക്ക് ചെന്നപ്പോ മോനെ ഒരു കാറ്റടിച്ചോളാം, സോറി, നിങ്ങളെല്ലാം കൂടെ എങ്ങോട്ടാന്ന് വെച്ചാ പോ, ഞാൻ അങ്ങ് പോകുക എന്ന് പറഞ്ഞ് പോയില്ല. ഏത് പടകിലോട്ടാണോ തരക തള്ളിക്കേറിയത് ആ പടകിൽ കിടന്ന യേശു ഉറങ്ങുന്നത്. ഏത് പടകിനകത്തോട്ടാണോ കാറ്റലറി വന്നത് ആ പടകിലും യേശു ഉണ്ട്. യേശു ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങേണ്ട കാരണം എന്താണെന്നറിയോ? ഇത്രയും വെള്ളം വന്ന് മുഖത്തിങ്ങനെ വന്ന് വീണിട്ടും യേശു ചലിക്കാഞ്ഞതിന്റെ കാരണം കർത്താവിനറിയാം ഇത് അക്കരെ എത്തുമെന്ന്. കർത്താവിനറിയാം ഇത് അക്കരെ എത്തും. പിന്നെന്തിനെ ഈ നേരത്തെ ഉണരേണ്ട ആവശ്യം? അക്കരെ ചെന്നിട്ടുണർന്നാൽ പോരെ. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഈ കാറ്റടിക്കുമ്പോൾ കർത്താവെ ഉണര്, കർത്താവ് പ്ലീസ്, കർത്താവെ. കർത്താവിന് സൗകര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് കർത്താവിനോട് ശല്യപ്പെടുത്താതെ ഉറങ്ങുന്നവരെങ്കിലും എന്ത് ചെയ്യട്ടെ? ഉറങ്ങട്ടെ. സ്തോത്രം. നമുക്കോ ഉറക്കമില്ല, ചിലക്ക് ഉറക്കമില്ല, ചില നമ്മളെ ഉറക്കുകയില്ല. അതാ നീ പത്രോസിനാണ് ഉറക്കമില്ല. കണ്ണെന്താ? കർത്താവേ വള്ളം വേണ്ട, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഞാൻ പിടിച്ചിട്ട് നിൽക്കുന്നില്ല കർത്താവേ, കർത്താവ് ഒന്ന് എഴുന്നേൽക്കർ. കർത്താവ് അറിയടാ, ഞാനും ഉറങ്ങട്ടെ, നീയോ ഉറങ്ങുന്നില്ല, ഞാനെങ്കിലും ഉറങ്ങട്ടെ, ഉണ്ടാതിരിക്കും. കാരണം കർത്താവിനറിയാം ഇത് കൃത്യമായിട്ട് അക്കരെ എത്തും. ഇത് ശബ്ദമുയർത്തിയ ഒരു ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ യോഗം സമാപിക്കുന്നതിന് തൊട്ട് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ പറയുന്നു, ആമേൻ. നീ എന്തൊക്കെ വിചാരിച്ചാലും, എന്തൊക്കെ കാറ്റടിച്ചാലും, എന്തൊക്കെ പ്രശ്നം വന്നാലും ഈ പടക അക്കരെ കൃത്യമായിട്ട് എത്തിയിരിക്കും. ഇത് ചെല്ലേണ്ട സ്ഥലത്ത് ഇത് കൃത്യമായിട്ട് ചെന്നിരിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചെല്ലും 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 ചെല്ലും. കർത്താവ് സൂപ്പറായിട്ട് ഉറങ്ങുക. കാരണം കർത്താവിനറിയാം വിളിച്ചു കയറ്റിയത് ഞാൻ. പ്രൈസ് ഗോഡ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ 36-ാമത്തെ വാക്യത്തിൽ അതിന്റെ സമാപന സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ എഴുതിയേക്കാം മറ്റു ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ചോദ്യം,
ഈ വലിയ 10-13 പേരിരിക്കുന്ന പടകിന്റെ നേരെ ഈ കാറ്റും കോളും തിരമാലയും ഒക്കെ വന്നപ്പോൾ അവർക്കിത് ശരിക്കും ബാധിച്ചു അല്ലേ? അവർക്കിത് ശരിക്കും ബാധിച്ചു. എൻ്റെ ചോദ്യം ചെറുപടകളിൽ യാത്ര ചെയ്യുന്നവരോടാണ്. നിങ്ങൾക്ക് ഈ കാറ്റും കോളും തിരമാലയും പ്രശ്നമൊന്നും വലിയ കാര്യമായിട്ടൊന്നും അടിച്ചില്ലല്ലോ. അവർ പറഞ്ഞു ഞങ്ങൾ അക്കരയ്ക്ക് പോകാമെന്നും പറഞ്ഞിട്ടല്ലല്ലോ ഇറങ്ങിയത്. കാറ്റടിക്കുമ്പോൾ മറ്റേടത്ത് ആ സ്ഥലത്തോട്ട് ഞങ്ങളങ്ങ് പോയി. കാറ്റ് വന്നപ്പോഴേ ഞങ്ങൾ ആ വള്ളം കയറ്റാൻ പറ്റുന്ന സ്ഥലത്തോട്ട് കയറ്റി ഞങ്ങൾ രക്ഷപ്പെട്ടു. വാഗ്ദത്തമുള്ള പടകിന്റെ നേരെ ഉള്ളൂ വെല്ലുവിളി കേട്ടോ. ചെറുപടകുകൾ ഇരിക്കുന്നവൻ ശാന്തമായിട്ട് വഴിമാറി അവൻ തലം വിട്ടു. പക്ഷേ വാഗ്ദത്തമുള്ളവൻ എങ്ങോട്ടേലും പോകാൻ പറ്റിയില്ല. വാഗ്ദത്തമുള്ളവൻ എങ്ങോട്ടേലും പോകാൻ പറ്റിയില്ല. വാഗ്ദത്തമുള്ളവന്റെ നേരെ പാഞ്ഞു വരുന്ന കടല്, കാറ്റേ, നിനക്ക് ശാന്തമാകാൻ ഒരു സമയമുണ്ട്. നീ ശാന്തമാകാതിരിക്കാൻ പറ്റുകയില്ല. നീ ശാന്തമായേ പറ്റൂ. ഇന്ന് രാത്രി ഞാൻ ആത്മനിറവിൽ പറയാം. വാഗ്ദത്തമുള്ളവന്റെ പുറത്തൂടെ അവൻ ടിപ്പർ ലോറി കയറിയാലും അവനെ പൊക്കിക്കൊണ്ട് വരുന്നത് ദൈവമാണെങ്കിൽ, എനിക്കിന്ന് രാത്രി ഇവിടെ നിന്നും നൃത്തം ചെയ്ത് എൻ്റെ കർത്താവിനെ ആരാധിക്കാൻ ആവേശമുണ്ട്. അത്ര ഒരു ഭയങ്കര ദൈവശക്തി ഈ പന്തലിന്റെ കീഴിൽ ഞാൻ ആത്മാവിൽ തിരിച്ചറിയുകയാണ്. യേശുവിന്റെ നാമത്തില് വിശ്വസിക്കുന്നവർ ആദരം തുറന്ന് നിന്റെ വീടിനകത്ത് നിനക്ക് മാത്രമേ ഉള്ളൂ പോരാട്ടം. നിന്റെ കുടുംബത്തിനകത്ത് നിനക്ക് മാത്രമേ ഉള്ളൂ വെല്ലുവിളി. നിന്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ രോഗം. എങ്കിൽ കേട്ടോ, നിനക്ക് മാത്രമേ ഉള്ളൂ പ്രത്യേകത. നിനക്ക് മാത്രമേ ഉള്ളൂ വിളി. നിനക്ക് മാത്രമേ ഉള്ളൂ പ്രത്യേകത. വാഗ്ദത്തം നിനക്കൊള്ളിടത്തോളം കാലം നിന്നെ ഒതുക്കാൻ വരുന്ന ശക്തികൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവർ ചലിച്ചുകൊണ്ടിരിക്കുക, അവർ ശക്തരായിക്കൊണ്ടിരിക്കുക, അവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. നാലു മണിക്ക് സ്കൂൾ വിട്ടു വരുന്ന കുഞ്ഞുങ്ങൾ മാങ്ങയുള്ള മാവിൽ കണ്ണുവച്ചാ രാവിലെ പോയത്. തിരിച്ചവർ വന്നപ്പോൾ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുന്നു. ആ വീടിൻ്റെ ഉടമസ്ഥൻ അവിടെ ആരെയും കാണുന്നില്ല. ഇനി അഥവാ വീട്ടിനകത്തുണ്ടെങ്കിലും പഴുത്ത മാങ്ങയുടെ ടേസ്റ്റ് തിരിച്ചറിഞ്ഞ പിള്ളേര് നല്ല കൊഴിയും കല്ലും എടുത്ത് മാവിനെതിരെ എറിയുകയാണ്. മാങ്ങ പടപടാന്ന് വീഴുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ആവേശമകത്ത് കയറിയാൽ ഫലമുള്ള വൃക്ഷങ്ങൾക്ക് മാത്രമേ ഏറ് കിട്ടിയിട്ടുള്ളൂ. ഇന്ന് വരെ ഈ മാവേൽ ഇഷ്ടം പോലെ ഇലയുണ്ടാ, 10 ഇല നമുക്ക് എറിഞ്ഞിടാടാ എന്നും പറഞ്ഞ് ഇന്ന് വരെ ഒരു പിള്ളേരും വട്ട് കാണിച്ച ചരിത്രമില്ല. ഫലമുണ്ടോ? ഏറ് കിട്ടിയിരിക്കും. ഏറ് കിട്ടും തോറും ഈ ഫലം കായ്ക്കുന്ന ഈ പ്രാവശ്യം കായ്ച്ചതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് അടുത്ത പ്രാവശ്യം ഏറ് കിട്ടും തോറും. എന്നെ കർത്താവ് പഠിപ്പിച്ചൊരു കാര്യ, ഈ വേദപുസ്തകത്തിൽ ദാവീദ് എന്നും പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ഇങ്ങനെ ഓടിയ ഒരു മനുഷ്യനെ ഞാൻ ഒരിക്കൽ ചോദിച്ചു, പിടിച്ചു നിർത്തി ചോദിച്ചു, ഓടുക. പുള്ളി പാഞ്ഞോടുക, പേറ്റി ഒന്നുമല്ല കേട്ടോ, പാഞ്ഞ് പറന്നോടുക. പറന്ന് ഞാൻ പിടിച്ചു നിർത്തി. അച്ഛൻ നിന്നില്ല, ഒരു കാര്യം ഇരിക്കട്ടെ, എന്നാ ഇത്രയും സ്പീഡിൽ ഓടുന്നത്? പുറകോരുത്തം വരുന്നുണ്ടെന്ന് ഞാൻ ചോദിച്ചു, ആരാ? ശൗലാന്ന്. കുന്തവും പിടിച്ചോണ്ടാ വരുന്നേ. പുറകിൽ ആരെങ്കിലും ഓടിക്കാനുണ്ടെങ്കിൽ ഓടാനൊരു സുഖമുള്ളൂ. അതെന്നാ തിരിച്ചറിയാത്തെ? ആരെങ്കിലും ഓടിക്കുമ്പോ ശാസിക്കാറ്. അവർ ഓടിച്ചാലേ നിനക്ക് തൽസ്ഥാനത്ത് ചെല്ലാൻ പറ്റത്തുള്ളൂ.
ദാവീദിനോട് ഞാൻ ചോദിച്ചു, വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെട്ടത് വേഗത്തിലാണോ ചെറുകയാണോ? പുള്ളി എന്നോട് പറഞ്ഞു സ്പീഡിലായിരുന്നു. അതെന്നെ അങ്ങനെ ഓടിക്കാൻ ഒരുത്തനുണ്ടായിരുന്നുകൊണ്ടാ. എളുപ്പ രാജസ്ഥാനം കിട്ടി, എങ്ങനെ ഓടിക്കാൻ ഒരുത്തനുണ്ടായിരുന്നു. ഞാനിങ്ങനെ ബൈബിൾ വായിച്ചപ്പം പരിശുദ്ധാത്മാവിനോട് പറയുക, സത്യത്തിൽ ശൗൽ ആത്മഹത്യ ചെയ്തത് മനസമാധാനം പോയിട്ടാ. ദാവീദിനെ കുറിച്ച് ഓർക്കുമ്പോ തനിക്കങ്ങ് കാലി കയറിയിട്ട് വയ്യ. ഒരു ദിവസം പറഞ്ഞു, എന്നാ ഇന്ന് ഞാൻ ചാത്തിട്ടേ ഉള്ളൂ, എന്നാ ചാത്തിട്ടേ ഉള്ളൂ. കുഞ്ഞെ, നിന്നെ കൊല്ലുമെന്ന് പറയുന്നവൻ ചാകും, നീ ജീവിക്കും. നിന്നെ കൊല്ലുമെന്ന് പറയുന്നവൻ ചാകും, പക്ഷെ നീ വിശ്വസിക്കുന്നവർ ആ തരം തുറക്ക്. നീ ജീവിക്കും, നീ ജീവിക്കും. നിന്റെ മിനിസ്ട്രിയെ തൊടാൻ ഉലകത്തിൽ ഒരുത്തന് പറ്റത്തില്ല. നിന്റെ ജീവിത തലങ്ങളെ തൊടാൻ, നിന്റെ ഫൈനാൻഷ്യൽ മേഖല തൊടാൻ, നിന്റെ ഭാവിയെ തൊടാൻ, നിന്റെ യാത്രയെ തൊടാൻ, നിന്റെ ഉയർച്ചയെ തൊടാൻ ഉലകത്തിൽ ഒരുത്തന് പറ്റുകയില്ല. ഈ 61ാമത്തെ ജനറൽ കൺവെൻഷനിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറുന്ന ദൈവശബ്ദം അത്ര ഭയങ്കരമാണ്. ഇന്ന് ഓടുന്നവരെല്ലാം ശ്രദ്ധിച്ചോ, നീ സ്വസ്ഥത അനുഭവിക്കാൻ സമയമായി. നിന്നെ ഓടിക്കുന്നവൻ ഓടി അങ്ങ് പോകത്തേ ഉള്ളൂ. നീ സ്വസ്ഥതപ്പെടാൻ പോകുകയാണ്. നീ സ്വസ്ഥത അനുഭവിക്കാൻ സമയമായി. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ആമേൻ ശക്തിയോടെ. ചെറുപടകുകൾക്ക് കാറ്റോ കടലോ വിഷയമല്ല. കാരണം അവർക്ക് വിളിച്ചിറക്കിയവനില്ല. വിളിച്ചിറക്കി അക്കരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞവൻ അവർക്കില്ല. കൂടെ പോയവനൊക്കെ കൂട്ടം തെറ്റി വേറെ എങ്ങാണ്ടോട്ടൊക്കെ പോകുമ്പം വാഗ്ദത്തമുള്ളവൻ ലക്ഷ്യസ്ഥാനത്തേക്ക്. കാറ്റടിച്ചാലും, കോള് വന്നാലും, പ്രശ്നം വന്നാലും, മരണഭയം വന്നാലും, പ്രതിസന്ധികൾ വന്നാലും എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരേണ്ട സമയത്ത് എത്തിച്ചേരേണ്ട ഇടത്ത് എന്റെ ദൈവം നിന്നെ കൊണ്ടുപോയി. താങ്ക് യു ലോർഡ്. ശബ്ദമുയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ആമേൻ. അവിടെ എഴുതിയേക്ക, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് സത്യത്തിൽ വിചാരമില്ലയോ? വിചാരമുണ്ടോ ഇല്ലയോ? പറ ഗുരു. അല്ലയോ ഗുരു, അങ്ങയ്ക്ക് ഞങ്ങളെക്കുറിച്ച് ഒരു വിചാരമില്ലയോ? ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയെ കുറിച്ച് ദൈവത്തിനൊരു വിചാരമുണ്ട്. ഇതിനകത്തുള്ള സകല ശുശ്രൂഷകന്മാരും കേട്ടോ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു വിചാരമുണ്ട്. അവരുടെ കുടുംബങ്ങൾ കേട്ടോ, അവരുടെ കുഞ്ഞുങ്ങൾ കേട്ടോ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു വിചാരമുണ്ട്. നീ പാർക്കുന്ന ചെറിയ പാഴ്സനേജും ഒരു വാടക വീടോ ആവട്ടെ, നിന്റെ ആലയം, നിന്റെ പള്ളി, നീ ആരാധിക്കുന്ന പള്ളി ഒരു ചെറിയ പള്ളി ആയിക്കോട്ടെ, കുഞ്ഞെ, നിന്നെക്കുറിച്ച് വിചാരമില്ലല്ലോ എന്നൊരു ചിന്ത നിനക്കുണ്ടെങ്കിൽ നോ, അങ്ങനെയല്ല. നിന്നെ വിളിച്ചിറക്കിയവന് നിന്നെക്കുറിച്ച് കൃത്യമായൊരു വിചാരമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം നിന്നെ അവിടെ അയച്ചത് വെറുതെ അല്ല. നീ ശുശ്രൂഷിക്കുന്ന സ്ഥലം, നീ ചെല്ലേണ്ട സ്ഥലം തന്നെയാണ്. നീ അവിടെ ചെന്നത് വെറുതെ അല്ല. നീ ചെന്നപ്പോൾ മുതൽ അവിടെ ആ സ്ഥലത്തിന്റെ അടിസ്ഥാനങ്ങൾ ദൈവം കുലുക്കിയിട്ടുണ്ട്. നീ ചെന്നപ്പോൾ മുതൽ നിന്നെ കുറിച്ച് ദൈവത്തിനൊരു ഫേവർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ വാ തുറന്ന് ശക്തിയോടൊരു ഹല്ലേലൂയ. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അവർ പറയുന്ന, കർത്താവേ, ഞങ്ങളെക്കുറിച്ച് അങ്ങേക്ക് വിചാരമില്ലയോ? സ്തോത്രം. വിചാരമില്ലെങ്കിൽ എൻ്റെ കുഞ്ഞെ, കർത്താവ് എഴുന്നേക്കുവോ? നിന്നെക്കുറിച്ച് വിചാരമില്ലെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേക്കുവോ? ഇന്ന് രാത്രി നീ അറിയാത്ത സ്ഥലത്ത് ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട്. നീ ചിന്തിക്കാത്തിടത്ത് ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട്. യാക്കോബിന് വേണ്ടി ലാബാനോട്, എൻ്റെ ദാസനായ യാക്കോബിനോട് ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും മിണ്ടിപ്പോകരുത് എന്ന് പറയാൻ നീ അറിയാതെ രാത്രി ഗിലെയാദ് പർവ്വതത്തിൽ ഇറങ്ങിയൊരു ദൈവമുണ്ട്.
നീ പോലും അറിയാതെ നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ പോലും അറിയാതെ നിന്റെ വിഷയത്തിൽ നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എന്നെ കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേര് ഇവിടെ ഉണ്ട്? എന്നെ കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു വിചാരമുണ്ട്. എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു വിചാരമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു വിചാരമുണ്ട്. കുഞ്ഞെ, നീ കൂട്ടിവെക്കുന്നതിനേക്കാൾ, നീ കരുതി ചരതിച്ചു വെക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, വിചാരമുണ്ട്. എൻ്റെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. താങ്ക് യു ലോർഡ്. യേശു ചോദിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ പിന്നെ എന്തിനാ ഭീരുക്കളാകുന്നത്? നിങ്ങൾ ഇന്ന് രാത്രി ഭീരുക്കളാകണ്ട. ഇന്ന് രാത്രി ഭയം എന്നത് ദൈവികമല്ലാത്തത് കൊണ്ട്, ഭയം എന്നത് പൈശാചിക ശക്തിയുടെ ഒരായുധമായതുകൊണ്ട്, ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നവൻ ഭയം മാറ്റുന്നവനായതുകൊണ്ട്, ഞാൻ ഇന്ന് രാത്രിയിൽ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധിയാണ്. ഇന്ന് രാത്രി നീ കണ്ട ഡോക്ടറെ അല്ല വിശ്വസിക്കേണ്ടത്. നീ കണ്ട വ്യക്തിയെ നീ വിശ്വസിക്കേണ്ട. ഡോക്ടറെ നിന്നെക്കുറിച്ച് എഴുതി വെച്ച റിസൾട്ട് ഉണ്ടല്ലോ, അത് നീ വിശ്വസിക്കേണ്ട. മറിച്ച് ഇന്ന് രാത്രിയിൽ ഡോക്ടറെ നിർമ്മിച്ചവനെ വിശ്വസിക്കുക. ഇന്ന് രാത്രിയിൽ ഡോക്ടറെ നിർമ്മിച്ചവൻ, ഡോക്ടർക്ക് ബുദ്ധി കൊടുത്തവൻ എന്നെ വിടുവിക്കാനും ശക്തനാണെന്ന് വിശ്വസിക്കുക. ഇന്ന് രാത്രി നിങ്ങൾ അവിശ്വസിക്കേണ്ട. ഈ രാത്രിയിൽ ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? പ്രൈസ് ദി ലോർഡ്. ഒറ്റ പദം കൂടെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലയോ? സ്തോത്രം. കർത്താവിനോട് അവർ ചോദിച്ചു കാണും, ഞങ്ങൾ എന്തിനെ വിശ്വസിക്കണം കർത്താവേ? ഞങ്ങൾ എന്തിനെ വിശ്വസിക്കണം? യേശു പറയുക, എന്നെ വിശ്വസിക്കണം, എൻ്റെ വാക്കിനെ വിശ്വസിക്കണം, എൻ്റെ പ്രവൃത്തിയെ വിശ്വസിക്കണം, ഞാൻ ചെയ്ത അത്ഭുതങ്ങളെ വിശ്വസിക്കണം. ഇന്ന് രാത്രി എന്തിനെ വിശ്വസിക്കണമെന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നു, നീ യേശുവിനെ വിശ്വസിക്കണം. യേശുവിനെ വിശ്വസിക്കണം. മറ്റൊരുത്തനിലും അക്കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ആ വചനം ഒന്ന് ചേർന്ന് പറയാൻ പോവാം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമമാണ്. കരമുയർത്തി ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ആരെ വിശ്വസിക്കണമെന്നല്ലേ നിന്റെ ചോദ്യം? ഇന്ന് രാത്രി നീ യേശുവിനെ വിശ്വസിക്കണം. ഈ ശബ്ദസീമയ്ക്ക് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലരെ വിശ്വസിച്ചിട്ട് വല്ലതും നടന്നോ? നിങ്ങൾ ഒത്തിരി പേരെ വിശ്വസിച്ചില്ലേ? കണ്ണടച്ചു വിശ്വസിച്ചില്ലേ? അവരെല്ലാം നിന്നെ ചതിച്ചിട്ട് പോയില്ലേ? അവരെല്ലാം നിന്നെ ഒരിക്കലും നീ പൊങ്ങി വരാത്ത വിധത്തിൽ നിന്നെ ചതിച്ചേച്ചു വഴിമാറിയില്ലേ? നിനക്കെതിരെ അവർ ശബ്ദമുയർത്തിയില്ലേ? നിനക്കെതിരെ അവർ തൂലിക ചലിപ്പിച്ചില്ലേ? നിനക്കെതിരെ അവർ കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കിയില്ലേ? ഇന്ന് രാത്രി പറയുന്നു, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒറ്റ ഒരുത്തൻ, അവനെയാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ഒന്നിനെയും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് വിടുവിക്കാൻ കഴിവുള്ളവനെയാണ്, അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവൻ, വിശ്വസിക്കാൻ പ്രാപ്തനായവൻ. ആ കർത്താവ് ഇന്ന് രാത്രി പന്തലിനകത്ത് വന്നിട്ടുണ്ട്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ഞാൻ രണ്ട് കാര്യം പറയാം. ഒന്ന്, പന്തലിനകത്തൂടെ നടക്കുന്നവനെ ഒന്നി നീ കയറി തൊടണം, അല്ലെങ്കിൽ അവൻ നിന്നെ തൊടാനേൽപ്പിക്കണം. രണ്ടിലേതെങ്കിലും ഒന്ന് ഇന്ന് രാത്രി ഇതിനകത്ത് നടക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് കർത്താവിനെ വേണമെന്ന് ആഗ്രഹമുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തിലുണ്ട്? എനിക്കിന്ന് രാത്രി കർത്താവിനെ വേണം. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ, എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്താൻ ആർക്കും പറ്റത്തില്ല, കർത്താവിനേ പറ്റത്തുള്ളൂ. അതിനു വേണ്ടി മാത്രമല്ല കേട്ടോ, എൻ്റെ ജീവകാലം മുഴുവനും എനിക്ക് എൻ്റെ യേശുവിനെ വേണം. എനിക്കവനെ ആരാധിക്കണം. ആഗ്രഹമകത്തുള്ള എത്ര പേര് ഇതിനകത്തിലുണ്ട്? എഴുന്നേറ്റ് നിൽക്കൂ, പ്രാർത്ഥിക്കാൻ പോവാ. ഒരു 10 മിനിറ്റ് എൻ്റെ മുൻപിലുണ്ട്. ആ 10 മിനിറ്റിനകത്ത് നമ്മൾ പ്രാർത്ഥിച്ചു നിർത്തും. എല്ലാവരും എഴുന്നേറ്റുന്നില്ല, എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് മലർത്തിപ്പിടിക്കാം. യെസ്, ഹല്ലേലൂയ.
ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും കർത്തൃസന്നിധി അടച്ചാട്ടെ. ഇതൊരു സഭയുടെ ജനറൽ കൺവെൻഷൻ ആയതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം നമ്മൾ യേശുവിനെ വിശ്വസിച്ചിട്ടാണ് ഈ പന്തലിൽ വന്നത്. സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം മിക്കവാറും ആളുകളെല്ലാം സ്നാനപ്പെട്ടവരാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം മിക്കവാറും ആളുകളെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരാണ്. ഇന്ന് രാത്രി ആ പ്രാപിച്ച ശക്തിക്കകത്ത് എനിക്ക് എൻ്റെ കർത്താവിനെ കൃത്യമായിട്ട് ഒന്നുകൂടെ ഒന്ന് അനുഭവിച്ചറിയണം എന്ന ആഗ്രഹമുള്ള എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്. അവരെ തൊടാൻ ഇന്ന് രാത്രി എൻ്റെ കർത്താവിന്റെ കരം ചലിക്കുകയാണ്. യെസ് യെസ്, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചു പിടിക്കുക, എല്ലാ കണ്ണുകളും അടച്ചു പിടിക്കുക. നിനക്കെതിരായി കാറ്റ് ആമേൻ ചലിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നമ്മളെ സ്പർശിക്കുന്ന രാത്രിയാണ്. ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. കാരണം ഈ പന്തൽ, ഈ ഗ്രൗണ്ടിൽ ദൈവദൂതന്മാർ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിൽ ദൈവദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം, ഈ ശാലേംപുരിയിൽ ദൈവദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ആമേൻ. ദൈവദൂതന്മാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ്, ഒരു ദൂതൻ ഇവിടെ ഇറങ്ങുന്ന കണ്ടാൽ അതിന്റെ അർത്ഥം ജനത്തോട് ദൈവത്തിന് എന്തൊക്കെയോ ദൂത് പറയാനുണ്ട്. മാത്രമല്ല, ഒരു ദൂതൻ ഇവിടെ ഇറങ്ങിയാൽ ഉറപ്പാണ് ആ ദൂതൻ നിനക്ക് വേണ്ടി എന്തോ ചെയ്തേച്ചു പോകാൻ നിൽക്കുകയാണ്. നിനക്ക് വേണ്ടി എന്താ ചെയ്യാൻ ആ ദൂതൻ എന്തോ ചെയ്യാൻ പോവാ. യെസ്, ആ കരമടിച്ചു ദൈവത്തെ സ്തുതിക്ക്, കരമടിച്ചു ശബ്ദം ഉയർത്തി. യെസ്,
പ്രതികൂലമനവധി വന്നിടുന്നു. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടുന്നു. വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. അഭിഷേകത്തോടെ വീഴുകയില്ല
വൈദ്യേകനെ ഭൂതച്ചാര വീരക്ഷൈട സംധാനവന ദീപന ഭൗഡവനാദന ജനക്കട വൈഡവനന്തരധാരവനാദന ദീപപ്രൗഢ വീരക്ഷൈടം ബലബലദാനം വീരക്കടക അർച്ചനദാനക രേഖന വൈദേ ദീപപ്രൗഢ രഗനേദാന ഭൂതാദാന വീരാദാന അംബഖാന വീരാദാന വൈഡപ്രൗഢ ഹവനേദാന ഭൂതാദാന വീരാദാന അക്ഷസൈഡ രഗനേദാന ഭൂതപാല ദീപപ്രൗഢ അന്തരദാനെ ദീപപ്രൗഢ അർച്ചനദാനെ വൈഡേ രഗനെ ഭൂതവനാദന ദാനപ്രൗഢ ഹസ്തനദാനക രംഭലവൈഡ ദീപന പ്രൗഢ ഛാനാദാന ഭൂതാദാന വീരാദാന ഓ ജീസസ്. ആത്മാക്കളെയും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവടിനായ സ്തോത്രം. ദൈവദാസൻ മൂലമായിട്ട് ഞങ്ങൾക്ക് ദൈവമേ ഏറ്റവും പ്രയോജനമുള്ള വാർത്തകൾ, ദൈവിക വാർത്തകൾ ഞങ്ങൾ പ്രാപിക്കുവാൻ തക്കോണം, അത് അനുഭവിക്കുവാൻ തക്കോണം കൃപയായ സ്തോത്രം. ഈ രാത്രി ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റിത്താറും. എല്ലാവരുടെ യാത്രകളാം ദൈവകൃപ വഴി നടത്തിയ എല്ലാ കുടുംബങ്ങളെയും ആത്മാക്കളെയും ആശ്രയിത്താണ്ടവരെ നാളേക്ക് രാത്രിയും ഈ ദേശത്തിൽ ഈ ഇടത്തിൽ ഞങ്ങൾ കാണുവാനും ദൈവപ്രസന്നത്തെ ഉണരുവാനും ദൈവകൃപയ്ക്കുള്ള ബലപ്പെടുവാൻ തക്കൊണ്ട് കർത്താവെ കൃപ ചെയ്യണമേ. യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യവും കൂട്ടായ്മയും നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.